കർത്താവിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. Let the name of the Lord be glorified tonight. നിങ്ങളുടെ നടുവിൽ കർത്താവിന്റെ വചനവുമായിട്ട് ഈ രാത്രിയിലായിരിക്കാൻ കർത്താവിന്റെ ജീവിതത്തിൽ നൽകുന്ന ഈ അനുഗ്രഹീതമായ നിമിഷങ്ങൾക്കായി ഞാൻ കർത്താവിന് മഹത്വം കരേറ്റും. I thank and praise God for this wonderful opportunity God has given in my life to be in front of you with the word of God. കർത്താവിന്റെ സന്നിധിയിൽ ആയിരിക്കുന്നതിൽ സന്തോഷമുള്ളവർ കൈകൾ ഉയർത്തി ഒന്ന് സ്തോത്രം ചെയ്യാമോ? If you are happy to be in the presence of the Lord, can you lift up our hands and thank God? ഞാൻ അതൊരു മുഖവരിയായി ചോദിച്ചതല്ല, ശരിക്കും അത് അർത്ഥമാക്കുന്നുണ്ടെങ്കിൽ ഒന്ന്. I did not ask for formality. If you really are happy to be in the presence of the Lord, lift up your hands and thank God. ദൈവസന്നിധിയിൽ എന്തും നടക്കാൻ സാധ്യതയുള്ള ഇടമാണ് ദൈവസാന്നിധി. In the presence of the Lord, anything can happen. സൗഖ്യങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. Healings can take place. ട്രാൻസ്ഫോർമേഷൻ, വലിയ രൂപാന്തരം നടക്കാൻ, Transformations can take place. നമ്മുടെ ഭാരങ്ങൾ ദൈവസന്നിധിയിൽ നിന്ന് ദൈവവചനത്താൽ ദൈവത്തിന് എടുത്തു മാറ്റാൻ കഴിയും. All our burdens can be removed by the Lord through His word. അപ്പോൾ ഇന്നത്തെ ഈ ദിവസം വൈകിട്ട് കറക്റ്റ് സ്ഥലത്താണ് നമ്മൾ വന്നിരിക്കുന്നത്. Tonight we are in the right place. ദൈവവചനത്തിന്റെ അരികിലേക്ക് നമ്മൾ പോവുകയാണ്. We are going to look at the word of God this evening. ദൈവവചനത്തിന്റെ ഒരു വാക്യം ഗലാത്യലേഖനം 4:15 വാക്യമാണ് ഇന്ന് വൈകിട്ട് കുറിവാക്യമായിട്ട് ചിന്തിപ്പാനായി തെരഞ്ഞെടുത്തിരിക്കുന്നത്. In the beginning we are going to look at the book of Galatians chapter 4 verses 15. That will be our key verse for tonight's message. ബൈബിളുള്ള എല്ലാവരും ബൈബിൾ തുറന്ന് ഈ വാക്യം എന്നോടൊപ്പം ഒന്ന് ശ്രദ്ധിക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. If you have a Bible, I would request you to open up your Bible and pay attention to Galatians chapter 4 and verses 15. ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: നിങ്ങളുടെ ഭാഗ്യപ്രശംസ എവിടെ? കഴിയുമെങ്കിൽ നിങ്ങളുടെ കണ്ണ് ചൂഴ്ന്നെടുത്ത് എനിക്ക് തരുമായിരുന്നു എന്നതിന് ഞാൻ സാക്ഷി. Where then is your blessing? For I testify to you that if possible you would have torn out your eyes and given them to me. ഇത് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു പ്രസംഗമാണ് ഇന്ന് വൈകിട്ട് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ ചെയ്യാനുള്ളത്. I have a specific message to share with you tonight. ഞാൻ കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ജാഗരിക്കുകയും ചെയ്തപ്പോൾ എൻ്റെ മനസ്സിൽ കർത്താവ് പ്രകാശിപ്പിച്ചു ഈ ഒരു ചോദ്യം. And as the pastor was praying and meditating in God's presence, the Lord gave him an inspiration from this verse. അതൊരു ചോദ്യമാണ്, നിങ്ങളുടെ ഭാഗ്യപ്രശംസ എവിടെ? And that's a question, where is your blessing? ഇന്നത്തെ ദിവസം നമ്മൾ എല്ലാവരും അതിനൊരു ഉത്തരം കണ്ടുപിടിച്ചിട്ടേ ഇതിനകത്തുനിന്ന് വെളിയിൽ പോകാവൂ. Today everyone should find an answer to that question before you leave this place. നമ്മുടെ ഭാഗ്യപ്രശംസ എവിടെ? Where is your blessing? ഈ ലേഖനത്തെ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി നമ്മൾ തുടങ്ങുകയാണ്. We are going to understand the context of this epistle here tonight. പൗലോസ് അപ്പോസ്തലൻ വളരെ ദുഃഖിതനായി, ഫ്രസ്ട്രേറ്റഡ് ആയിട്ടാണ് ഈ ലേഖനം എഴുതുന്നത്. Apostle Paul is very frustrated. He is very sad as he writes this epistle. നമുക്ക് ഇങ്ങനെയുള്ള പ്രസംഗങ്ങളൊന്നും ഈ കാലഘട്ടത്തിൽ കേൾക്കാൻ ഒക്കത്തില്ല. ഇതിപ്പം ലെറ്റേഴ്സ് എന്ന് പറയുന്നത് തന്നെ അന്ന് ദൈവസഭയോട് സംസാരിക്കാനുള്ളത് എഴുത്ത് രൂപത്തിൽ എഴുതുകയാണ്. And nowadays we may not be able to hear such messages, and this letter in those days was written to the church. സാധാരണഗതിയിൽ നമ്മൾ സൂതിങ് ആയിട്ടുള്ള, മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള വചനങ്ങളാണ് നമ്മൾ കേൾക്കുന്നത് സാധാരണഗതിയിൽ. Lot of times we want to hear motivational messages which gives us lot of joy and makes us happy. ഞാൻ 3 വാക്കുകൾ ഈ ലേഖനത്തിൽ നിന്ന് കാണിക്കാം. പൗലോസിന്റെ ആ ഡീപ്പ് ഇമോഷൻ ഒന്ന് കാണണം. And I want to show you 3 things to understand the deep emotional feeling of Apostle Paul. 1:6 വാക്യത്തിൽ ഇപ്രകാരമാ പറയുന്നത്: നിങ്ങൾ ഇത്ര വേഗത്തിൽ വേറൊരു സുവിശേഷത്തിലേക്ക് മറിയുന്നത് കണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നു. ഐ എം അസ്റ്റോണിഷ്ഡ്. പൗലോസിന്റെ ഇമോഷൻ വെളിവരെ എനിക്ക് സഹിക്കാൻ പോയി. ഇതെന്തൊരു അതിശയമാണ്, നിങ്ങൾക്ക് എന്താ ഇങ്ങനെ പറ്റിയത്? In chapter 1 verse 6 of Galatians, it says, I am amazed that you are so quickly turning away from him who called you by the grace of Christ and are turning to a different gospel. ഇത് ഒരു അമ്മ കുഞ്ഞുങ്ങളോട് ചോദിക്കുന്ന പോലത്തെ ഒരു വാക്കാണ്. This is a question just like a mother is asking her children. എടാ, നിനക്ക് ഇത്രയും പറഞ്ഞിട്ട് മനസ്സിലായില്ലേ, നീ എന്താ ഇങ്ങനെ കാണിച്ചേ? Don't you understand? In spite of me telling, why did you do this? ഇതൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാൾക്ക് ഇങ്ങനെ ആശ്ചര്യമൊന്നും വരത്തില്ല. And a professional person may not feel such amazement at this.
ഒരു ബേർഡനുള്ള ആക്കെ ഇങ്ങനെയുള്ള ആശ്ചര്യം വരത്തുള്ളൂ. Somebody who has a burden will only feel this kind of a feeling, which means he says, I am amazed. ഗലാത്യ സഭകളെ ഓർത്ത് പൗലോസ് ആശ്ചര്യപ്പെടുന്നു, ഇവർക്കിത് എന്തോ പറ്റി. And Apostle Paul is really worried and amazed at what happened to these people in Galatia. 4-ാം അധ്യായം 11-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ. വേറൊരു വാക്ക് അവിടെയുണ്ട്. ആശ്ചര്യം മാത്രമല്ല, വേറൊരു വാക്ക് അവിടെ കാണാം. In 4 verses 11 there is one more word which is used, which is different than being amazed. ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചത് വെറുതെയായി എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഞാൻ ഭയപ്പെടുന്നു. I am fearful for you that perhaps my labor for you has been wasted. ഞാൻ ഇപ്പൊ ഒരു ഫാദറും മദറും കുഞ്ഞുങ്ങളെ കൊണ്ട് അഡ്മിഷൻ എടുത്ത് വിട്ടിടാ, നിന്നെ ചുമ്മാതാണല്ലോ കൊണ്ട് ചേർത്തത്, ഇതെല്ലാം വെറുതെ ആക്കി കളഞ്ഞല്ലോ. Just like a kid who drops out of the college and the parents would say, everything went in vain. It is vain that, it was a mistake that I enrolled you in the college and I paid you all the fees. ഗലാത്യ ആളുകളുടെ ആത്മീക നിലവാരം കണ്ട് പൗലോസ് ഫ്രസ്ട്രേറ്റഡ് ആയി എഴുതുന്ന ലേഖനമാണ് ഗലാത്യ ലേഖനം. And looking at the spiritual decline and the condition of the people in Galatian church, Apostle Paul is writing this epistle. 4:20 കൂടെ ഞാൻ വായിക്കട്ടെ. അതിനകത്ത് പൗലോസ് പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ നിങ്ങളെ കുറിച്ച് ആശ്ചര്യപ്പെടുക മാത്രമല്ല, ഭയപ്പെടുക മാത്രമല്ല, ഞാൻ നിങ്ങളെ കുറിച്ച് വിഷമിക്കുക. I am sad when I think of you. And in chapter 4 verses 20 he says that, when I think about you, I am sad about it. ഇന്ന് രാത്രിയിൽ കർത്താവ് നമ്മളെ ഈ ഹോളിനകത്ത് കൊണ്ടിരുത്തിയിരിക്കുകയാണ്. And tonight God has brought us and is speaking to us tonight. ദൈവത്തിന് നമ്മളോട് ഇന്ന് രാത്രി എന്താ സംസാരിക്കാനാണ്? What is it that the Lord has to speak to us? ഇങ്ങനെയുള്ള വാക്കുകൾ വല്ലതും ആണോ? Is it verses like this? എനിക്ക് നിങ്ങളെ ഓർത്ത് ഭയമാ എന്നാണോ ദൈവത്തിന് പറയാനുള്ളത്? Is God saying that I'm fearful about you? ഞാൻ നിങ്ങളെ ഓർത്ത് വിഷമിക്കുന്നു എന്നാണോ ഇന്ന് രാത്രി ദൈവത്തിന് പറയാൻ? What is God saying to us tonight, that I am sad about you? നമ്മളെ കുറിച്ച് നമ്മള് ഭയങ്കര അഭിപ്രായങ്ങളുണ്ട്. നമ്മളെ കുറിച്ച് തന്നെ നമുക്ക് പല അഭിപ്രായങ്ങളുണ്ട്. We have a lot of opinions about ourselves. We think about ourselves. ഗലാത്യ ആൾക്കാർക്ക് അവരെ കുറിച്ച് വലിയ ഒപ്പീനിയൻസ് ഒക്കെ ഉണ്ട്. Galatian, the people there had their own opinion about themselves. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് ആത്മനിറവിൽ അവരെ വിവേചിച്ചുകൊണ്ടാണ് ഈ ലേഖനം എഴുതുന്നത്. But Apostle Paul, discerning in spirit about their spiritual condition, is writing this epistle. ഇന്ന് രാത്രിയിൽ കർത്താവ് എന്നോട് വിവേചിച്ച് സംസാരിക്കണമേ എന്ന് ആഗ്രഹിക്കുന്നവർ ഇതിനകത്തുണ്ടോ? How many of you would like God's spirit to discern you and speak to you? നമ്മുടെ മുഖം നോക്കിയല്ല, നമ്മൾ ആയിരിക്കുന്ന അവസ്ഥ അറിഞ്ഞ് ദൈവത്തിന് ഇന്ന് രാത്രി നമ്മളോട് വിവേചിച്ച് സംസാരിക്കാൻ കഴിയും. Not just looking at our face, but understanding our life situation, God can speak to us. അപ്പോൾ നമ്മൾ ചിന്തിക്കും, ഇത്രമാത്രം പൗലോസ് വിഷമിക്കുന്നു, ആശ്ചര്യപ്പെടുന്നു, എന്ത് വാട്ട് ഹാപ്പൻഡ്, ഇവരെന്ത് പറ്റി, എന്താ ഇവിടെ സംഭവിച്ചത്? And we need to understand why Apostle Paul is sad about them, what really happened here. നമ്മളെപ്പോഴാ ചിലപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് ദുഃഖിക്കുന്നത്? When do we get sad about our children? മാതാപിതാക്കളോട് അനുസരണക്കേട് കാണിക്കുമ്പോൾ അല്ലെ പറയാം, ഐ എം നോട്ട് കമ്മിങ് ടു ചർച്ച്, നമ്മൾ അവരെ ഓർത്ത് കുഞ്ഞുങ്ങളെ ഓർത്ത് ഭയപ്പെടും. And sometimes our kids say, I'm not coming to the church, I'm not interested. At that time we may get sad about our children. റിബല്യസ് ആയി മറുതലിക്കുന്ന കുഞ്ഞുങ്ങൾ അവർ പറയുക, നോ ഐ എം നോട്ട് ഇൻവോൾവ്. ഞാൻ ഈയിടെ കണ്ടു, ഒരു വീട്ടിൽ പോയപ്പോൾ ഓപ്പൺ ആയിട്ട് എല്ലാവരുടെ മുമ്പ് ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ യുവർ റിലീജിയൻ ഉറക്കെ പറയുക. ആ അപ്പനെ സംബന്ധിച്ച് ആ കുഞ്ഞിനെ ഓർക്കുമ്പോൾ ഭയവും ആശ്ചര്യവും വിഷമവും ഒക്കെ വരാൻ സാധ്യതയുണ്ട്. Sometimes children may openly rebel and say, I'm not interested in your God, and they may rebel against. At that time we may feel very sad about those children. ഇവിടെ എന്താ സംഭവിച്ചത്? But what happened here? ഈ ചർച്ചിൽ ആരെങ്കിലും പറഞ്ഞോ, ഐ ഡോണ്ട് ബിലീവ് ഇൻ ഗോഡ്? ഈ സഭയിൽ ആരെങ്കിലും, did anybody say in this church that ഞാൻ ദൈവത്തിൽ വിശ്വസിക്കില്ല, I don't believe in God? ഈ സഭയിൽ ആരെങ്കിലും പറഞ്ഞോ, ഈ ബൈബിൾ ഞാൻ വിശ്വസിക്കുന്നൊന്നുമില്ല? അങ്ങനെ ആരെങ്കിലും പറഞ്ഞോ? Did anybody say in the church that no, I don't believe in the Bible? 4:15 അതിന്റെ താക്കോൽ വാക്യം. And 4 verses 15 is the key verse there. നിങ്ങളുടെ ഭാഗ്യപ്രശംസ എവിടെ? Then where is your blessing? എന്തുവാണ് ആ വാക്കിന്റെ അർത്ഥം? What is this words really mean? ഈ ഭാഗ്യപ്രശംസ എന്നുള്ള വാക്ക് നിങ്ങൾ എല്ലാവരും ഒന്ന് പരിചയപ്പെടണം. And you need to understand the meaning of that word which says, where is your blessing? അതിന്റെ അർത്ഥം മൂലപദത്തിലും മറ്റ് ട്രാൻസ്ലേഷൻസ് ഒക്കെ വെക്കുമ്പോൾ ഇത്രയുള്ള അർത്ഥം, നിങ്ങൾ ഒരു സമയത്ത്
അനുഗ്രഹമാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പൊ എന്തി? In its original form, if you really want to understand, it simply means all the things in the past you considered as blessing, where are they? നിങ്ങൾ പുകഴ്ത്തി പറഞ്ഞു, ഭാഗ്യത്തെ കുറിച്ച് പ്രശംസിച്ചു, അതിപ്പോ എന്തിയെ? നിങ്ങൾ ഓടി നടന്ന് പറഞ്ഞു എന്തൊരു ഭാഗ്യമാണ് എനിക്കിത് കിട്ടിയത്, അതിന്ന് എന്തിയെ? What one point of time you felt like you are blessed, it is a blessing about certain things, where are they now? What happened to those things today? നമ്മൾ ഉപയോഗിക്കുന്ന ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കുന്ന പദമല്ലേ ബ്ലെസ്സഡ്, ബ്ലെസ്സിങ്, ഭാഗ്യമാ കേട്ടോ, നമ്മൾ ഉപയോഗിക്കുന്ന പദമല്ലേ? Daily, on a daily basis we use blessed, we bless people, we say blessed, so we always use this word blessing. ഇതെന്തുകൊണ്ടാ നിങ്ങളുടെ ഭാഗ്യ പ്രശംസ? ഇവർക്ക് എന്ത് ഭാഗ്യമാ ഉണ്ടായത്? എന്ത് ഭാഗ്യം ഉണ്ടായത്? What blessing they got? How they were blessed in the past? നമ്മുടെ ഇന്നത്തെ കൾച്ചർ പോലെ തന്നെയായിരുന്നു ഫസ്റ്റ് സെഞ്ചുറി കൾച്ചർ. And the first century culture was very similar to the culture we have today. ആരാ ഭാഗ്യവാൻ? ഇന്ന് ആരാ ഭാഗ്യവാൻ? Today who is blessed? ഈ ഇപ്പം ചില ഫ്ലൈറ്റ് ഒക്കെ ക്യാൻസൽ ചെയ്യുവാണെന്ന് കേട്ടോ, അയ്യോ ഒരു ദിവസം നേരത്തെ കയറി വരാനൊത്ത് ഭയങ്കര ഭാഗ്യമാണ് കേട്ടോ. And sometimes when planes and airplanes gets cancelled, we say, oh, I'm so happy that one day earlier I was able to come. That's a big thing. അല്ല, ഒരു രാജ്യത്തിന്റെ നിയമം മാറുവാണ്, അതിന്റെ തലേ ദിവസം നമുക്ക് കാര്യം സാധിച്ചു കിട്ടി, നമ്മൾ എന്താ പറയും, ഈ ഒരു ഭാഗ്യമാണ് കേട്ടോ, ഒരു ദിവസം നേരത്തെ, യു ആർ വെരി ഫോർച്ചുനേറ്റ് ടു ഡു ദിസ് എന്ന് പറയും. Yeah, before a rule changes or some immigration rule changes, and let's say previous day you got your thing done, you say, oh, what a lucky person I am, blessed person I am. ആ ഭാഗ്യത്തെ കുറിച്ച് നമ്മൾ പ്രശംസിച്ചോണ്ട് നടക്കത്തില്ല, എവിടെല്ലാം പോയി പറയും, ഞായറാഴ്ച വന്ന് സാക്ഷ്യവും പറയും. And many times we are so much advertising about that, and maybe in church also we may testify and say, oh, I narrowly escaped, I am blessed, I was lucky. ടെസ്റ്റിമണി ടൈം ഉള്ള ചർച്ചിലാണെങ്കിൽ നമ്മൾ പാടി എഴുന്നേക്കും, ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടാൻ എനിക്കൊരു ഭാഗ്യം കിട്ടി, അതിനെക്കുറിച്ച് നമ്മൾ പ്രശംസിക്കും. And we may sing at times saying that I was so lucky, I got lucky. ഈ ഫസ്റ്റ് സെഞ്ചുറിയിൽ സോഷ്യൽ ഓണർ ആണ് ഭാഗ്യമായി കാണുന്നത്. In the first century, social honor was considered as a blessed thing. ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ശക്തരായിട്ടുള്ള സിറ്റിസൺഷിപ്പും ഒക്കെ ഉള്ളവർ ഈ രാജ്യത്തിലും അത് എത്രയോ റെലവൻ്റ്. റോമൻ സിറ്റിസൺഷിപ്പ് 1-ാം നൂറ്റാണ്ടിൽ കിട്ടുന്ന ഒരാൾ പറയും ഇത് ഭയങ്കര ഭാഗ്യമാണ്, എനിക്ക് പൈസ കൊടുത്ത് കിട്ടി അല്ലെങ്കിൽ ബൈ ബർത്ത് കിട്ടി. സിറ്റിസൺഷിപ്പ് ഒരു വലിയ ഭാഗ്യമാണ്. During those times, having a Roman citizenship was considered as a very blessing. Some may say I got it by paying money, some may say no, I am a born citizen, so that was considered as a blessing. പണം ഉണ്ടാക്കുന്നത് ഇന്നത്തെ പോലെ അന്നും അതൊരു ഭാഗ്യമാണ്. ഒരുപാട് വെൽത്ത് ഉള്ള ആൾക്കാർ മറ്റുള്ളവർ നോക്കി പറയുമ്പോൾ എന്തോ ഭാഗ്യവാനാ, എന്തോ ഭാഗ്യവാനാ. Just like today, if somebody was wealthy, they made a lot of money, people would say, yeah, that person is very blessed, he is so lucky to have all this money. ഈ ഗലാത്യ സഭകളുടെ ഭാഗ്യ പ്രശംസ എന്തായിരുന്നു? What was the blessing of the church in Galatia? ഇത് ഏത് സഭയാ? ഈ ഗലാത്യ സഭകൾ എന്നാണ് എഴുതിയിരിക്കുന്നത്. 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ നോക്കിയേ, സഭയാണോ അതോ സഭകൾ എന്നാണോ? 2-ാം വാക്യത്തിൽ സകല സഹോദരന്മാരും ഗലാത്യ സഭകൾക്ക് എന്നല്ലേ പറയുന്നത്? In chapter 2 of this book, chapter 1 verse 2, it says to the churches of Galatia. So it is not one single church, but it is a group of churches. അപ്പോസ്തല പ്രവൃത്തി 13-14 അധ്യായങ്ങളിൽ പൗലോസിന്റെ ഫസ്റ്റ് മിഷണറി ജേർണിയിൽ യാത്ര ചെയ്ത സ്ഥലങ്ങളെയാണ് ഗലാത്യ പ്രവശ്യ എന്ന് വിളിക്കുന്നത്. And during Apostle Paul's first missionary journey, we see in Acts chapter 13 and 14 when he traveled the areas around Galatia, all those places are actually called as the area of Galatia. നിങ്ങൾ ഒരു കൈ ഈ ഗലാത്യ ലേഖനം 4:15 ഭാഗ്യപ്രശംസയിൽ ഒന്ന് വെച്ചിട്ട് മറ്റേ കൈ കൊണ്ട് പ്രവർത്തികളുടെ പുസ്തകം 13-ാം അധ്യായത്തിലേക്ക് ഒന്ന് പോകാമോ? Can you hold on to Galatians chapter 4 verses 15 and at the same time can you go to Acts chapter 13? Acts chapter 13 verse 50 ഒന്ന് നോക്കിക്കേ. എന്തോ ഈ വലിയ ഭാഗ്യപ്രശംസ എന്തോ സംഭവിച്ചേ? Can you look at verse 50? Let's see what was that great blessing they got. ഗലാത്തിയിലെ ഒരു സ്ഥലമാണ് പിസിദ്യയിലെ അന്ത്യോക്ക്. ആ പിസിദ്യയിലെ അന്ത്യോക്കിൽ നടക്കുന്ന ഒരു സംഭവമാണ് 13-ന്റെ 50-ാം വാക്യത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. And chapter 13 verses 50 talks about
what happened in Pisidian Antioch, which is one of the places over there. എന്തോ അവിടെ എഴുതി വെച്ചിരിക്കുന്നത്? What does it say over there? യഹൂദന്മാരോ ഭക്തിയുള്ള മാന്യ സ്ത്രീകളെയും പട്ടണത്തിലെ പ്രധാനികളെയും ഇളക്കി പൗലോസിന്റെയും ബർന്നബാസിന്റെയും നേരെ ഉപദ്രവമുണ്ടാക്കി അവരെ തങ്ങളുടെ അതിരുകളിൽ നിന്ന് പുറത്താക്കി കളഞ്ഞു. But the Jews incited the prominent God-fearing women and the leading men of the city. They stirred up persecution against Paul and Barnabas and expelled them from their district. എന്തോ ഉണ്ടായി അപ്പൊ ഈ ഗലാത്യ സഭയിൽ ആദ്യം? What happened in this church in the beginning? എന്തോ ഓർത്താ ഇവര് പ്രശംസിക്കുന്നത്? ഭാഗ്യ പ്രശംസ. എന്തോ ഭാഗ്യം? What are they thinking? And they are thinking as they are blessed. What was that? അവിടെ അപ്പോസ്തലന്മാരെ ഇടിച്ചടിച്ച് വെളിയിലാക്കി. അതവിടെ സംഭവിച്ചത്. And what happened is the apostles were expelled from that district. That's what happened over there because of persecution. 14 അധ്യായം 5-ാം വാക്യം ഒന്ന് നോക്കിയേ. അപ്പോസ്തലപ്രവൃത്തി 14-ന്റെ 5-ാം വാക്യം. When you look at chapter 14 verses 5. ആ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ഈ ഗലാത്യ സഭകളുടെ ഭാഗ്യ പ്രശംസ എന്തായിരുന്നു? What was the blessedness of this church? 14:5 ഇങ്ങനെയാ: അവരെ അവമാനിപ്പാനും കല്ലെറിവാനും ജാതികളും യഹൂദന്മാരും അവിടുത്തെ പ്രമാണികളും കൂടി ഒരു അക്രമം ഭാവിച്ചു. അവര് they were persecuted. When an attempt was made by both the Gentiles and the Jews with the rulers to mistreat and stone them, that's what they experienced over there. ഇതുവെല്ലാം ഭാഗ്യമായി ആരെല്ലാം കാണുന്നതാണോ? Does anybody see stoning, mistreating, persecution as blessedness? ഇത് curse ആയിട്ടല്ലേ കാണുന്നത്? Lot of times we think this is actually a curse. ആരെല്ലാം പുറത്താക്കി കളഞ്ഞാൽ നമ്മൾ പറയത്തില്ലയോ so sad, കർത്താവേ എന്താ ദൈവമേ ഇങ്ങനെ ചെയ്തത്? അതല്ലേ അവിടെ If ഉണ്ടായത്? somebody expels you out of a city or something like this happens, we may cry, Lord, why did this happen? ആരെല്ലാം നമ്മളെ അവമാനിക്കാൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ പറയോ എനിക്ക് വലിയൊരു ഭാഗ്യം ഉണ്ടായി കേട്ടോ? അങ്ങനെ ആരെങ്കിലും പറയോ? If somebody mistreats us or says something bad against us, will we say, oh, what a blessed experience it is? നമ്മൾ പറയത്തില്ലേ how sad it is? Yeah, നമ്മൾ പറയും എത്ര ദുഃഖകരമായ കാര്യമാണ്. എന്താ 4:15 നിങ്ങളുടെ ഭാഗ്യ പ്രശംസ എവിടെ? എന്ത് ഭാഗ്യമായി ഇവർക്കുണ്ടായത്? ഇവർക്കെല്ലാം അടിയിടിയും കിട്ടിയ കഥയാണല്ലോ എഴുതിയിരിക്കുന്നത്. What blessedness they have. We read in Galatians 4:15. Actually, historically, when we look at it, they got beating, they were persecuted, they were mistreated. 14:19 ഈ പൗലോസ് അപ്പോസ്തലൻ എന്തോ പറ്റിയെന്ന് എഴുതിയിട്ടുണ്ട്. ലുസ്ത്രായിൽ വെച്ച് ഇക്കോനിയത്തിൽ അടിയി അവമാനം ഉണ്ടായി. പിസിദിയയിലെ അന്ത്യോക്യയിൽ അവരെ തള്ളിക്കളഞ്ഞു. ഇവിടെ ലുസ്ത്രായിൽ 14:19 എന്താ സംഭവിക്കുന്നത്? In chapter 14 verses 19 we see what happened at Lystra to Apostle Paul. അവിടെ നോക്കിക്കേ, എന്തോ അത് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയാമോ? എന്താ സംഭവിച്ച പൗലോസിന്? What happened to Paul in chapter 14 verses 19? If you see it, please look at that and tell. പൗലോസിനെ കല്ലെറിഞ്ഞെന്ന്. And it says they stoned Paul and dragged him out of the city thinking he was dead. നിങ്ങളുടെ ഭാഗ്യ പ്രശംസ എവിടെ? Where is your blessing? എന്തുവാ ഭാഗ്യം? What was that blessing? കല്ലെറിഞ്ഞ് ആണോ ഭാഗ്യം? Is it that you were stoned? പുറത്താക്കി കളഞ്ഞാണോ ഭാഗ്യം? Is it that you were expelled? അവിടെ മുഴുവൻ പ്രശ്നമാണല്ലോ. 13 and 14 ചാപ്റ്റേഴ്സ് മുഴുവൻ പ്രശ്നമാണ്. Acts 13-14 we see that they faced lot of troubles and persecution. എന്നിട്ട് അവർ പറഞ്ഞത് അവരവസാനം ഈ ഏരിയ വിട്ടുപോകുമ്പോൾ 14:21-22 പറയുന്നത് 22-ാം വാക്യം, വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും നാം അനേകം, മലയാളം ബൈബിൾ കാണുന്നവരുണ്ടെങ്കിൽ അടുത്ത വാക്ക് എന്നോടൊപ്പം ഒന്ന് ചേർത്ത് പറയാമോ? നാം അനേകം കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കണം. അപ്പൊ ഇതല്ലേ പറഞ്ഞത് അവിടെ? Okay, in Acts chapter 14 verses 21 and 22 what we see is strengthening the disciples by encouraging them to continue in the faith and by telling them, what did he tell them? It is necessary to go through many hardships to enter the kingdom of God. അപ്പോ എന്റെ ചോദ്യം, എന്തുവാ ഇവിടത്തെ ഭാഗ്യം? My question is, what is the blessedness here? മൊത്തം പ്രശ്നം, കഷ്ടം, അതിന്റെ നടുവിലാണ് പൗലോസ് പറഞ്ഞ നിങ്ങളുടെ ഭാഗ്യ പ്രശംസ എന്തിയേ? All troubles, challenges, problems, in the middle of that Apostle Paul is saying, where is your blessedness? വാസ്തവത്തിൽ മടങ്ങി ഗലാത്യ ലേഖനം 4-ാം അധ്യായം അതിന്റെ 15-ാം വാക്യത്തിലാ ഭാഗ്യ പ്രശംസ എന്നുള്ള വാക്ക് കാണുന്നത്. അതിന്റെ മുമ്പുള്ള വാക്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. If you read verse 14 of Galatians chapter 4, the verse prior to verse 15 where we read earlier,
what does it say there? അവിടെ എന്തോ പറയുന്നേ? What does it say? On the എന്റെ contrary, ശരീര ഞാൻ ഒരു ആകാംക്ഷ കൊണ്ട് ചോദിക്കുക കേട്ടോ. ഈ 4-ാം അധ്യായം 14-ാം വാക്യം ബൈബിളിൽ അണ്ടർലൈൻ ചെയ്തിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈയൊന്ന് കാണിക്കാമോ? is there anybody who has underlined Galatians 4:14? Please show me your hands. ഒരാളുണ്ട്, മോള് ഫ്രണ്ടിലുണ്ട്, 2 പേരുണ്ട്. ഇതിപ്പം Father and daughter. ഓ വാവ്. മത്തായിയുടെ സുവിശേഷം 6:33 വല്ല മുമ്പേ അവന്റെ രാജ്യം നീതി അന്നേ 90% ആൾക്കാർ കൈപൊക്കിയേനെ. If I would have asked how many of you have underlined the words which is most talking about blessings and prosperity, 90% of the people would have raised their hands. അല്ലെങ്കിൽ റിജോയ്സ് ഇൻ ദ ലോർഡ് ഓൾവേസ്, ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം ഒരുപക്ഷെ 98% കൈപൊക്കിയേനെ. And if it is about rejoice in the Lord, 98% might have. അല്ലെങ്കിൽ ചോദിക്കുന്നതിലും നിനയ്ക്കുന്നതിലും അത്യന്തം പരമായ എഫേസ്യ ലേഖനം 3-ാം അധ്യായം 100% ചിലപ്പം അണ്ടർലൈൻ ചെയ്തേനെ. You know, God provides for you more than you ask and you think. You know, all those verses, maybe everybody had underlined it. ഇത്രയും പേരിരിക്കുന്നതിൽ 2 പേര് മാത്രമേ അണ്ടർലൈൻ ചെയ്തിട്ടുള്ളൂ. 4-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം. And 4 verses 14, only 2 people have underlined it. അതൊരു പ്രശ്നമുള്ള വാക്യമാണ്, നമുക്കത് മനസ്സിലാക്കാൻ പ്രയാസമാണ്. And it is a difficult verse. It is difficult for us to understand. ആ സ്ഥലത്ത് മുഴുവൻ കഷ്ടവും അടി ഇടി അപമാനം എല്ലാം. ആ തേണ്ട അവിടുത്തെ പാസ്റ്ററെ നിങ്ങളൊന്ന് നോക്കിയേ, 4-14 വാക്യം. So let's look at chapter 4 verses 14 and what is happening with the pastor over there. എന്റെ ശരീര സംബന്ധമായി നിങ്ങൾക്കുണ്ടായ പരീക്ഷ നിമിത്തം നിങ്ങൾ നിന്നയോ വെറുപ്പോ കാണിക്കാതെ ദൈവദൂതനെ പോലെ ക്രിസ്തുയേശുവിനെ പോലെ എന്നെ കൈക്കൊള്ളുക അത്രേ It ചെയ്തു. says, you did not despise or reject me, though my physical condition was a trial for you. On the contrary, you received me as an angel of God, as Jesus Christ himself. പൗലോസ് ശരീരത്തിൽ രോഗിയായിരുന്നോ? Apostle Paul was sick in his body. അതെന്താ അങ്ങനെയൊക്കെ പറയുന്നത്? Why do we say that way? ഇന്ന് വല്ലതും ഇങ്ങനെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ, ഓ നോ അനോയിന്റിങ്, നോ അനോയിന്റിങ്, ഹി ഈസ് നോട്ട് അനോയിന്റഡ്. If today somebody says like that, we may say Apostle Paul is not anointed, he is not chosen by God. അല്ലെങ്കിൽ ഒരുപക്ഷെ അപ്പോസ്തലന് പാട്ട് അറിയത്തില്ലായിരിക്കും. എന്നെ എതിർക്കുന്ന ശത്രുക്കളെല്ലാം ചിന്ന ഭിന്ന നമ്മൾ പോയി പഠിപ്പിക്കേണ്ടി വരും അപ്പോസ്തലനെ. Otherwise Apostle Paul may not know those songs of victory and deliverance and all those things we sing normally. 14-ാം വാക്യമാണ് നമ്മൾ വായിച്ചത്. ഒരു വാക്യം കൂടെ മുമ്പിൽ വായിച്ച ഈ ദേശത്തോട്ട് തന്നെ വിട്ടത് എന്താന്ന് എഴുതി വെച്ചിട്ടുണ്ട്. And if you read the prior verse, it talks about why God sent him over there. എന്താ പറയുന്നത് 13-ാമത്തെ വാക്യത്തിൽ, ചാപ്റ്റർ 4 വേഴ്സ് 13 4:13, what does it say? What does it say in verse? ശരീരത്തിലെ ബലഹീനത നിമിത്തം ഒന്നാമത് നിങ്ങളോട് സുവിശേഷം പറയാൻ വന്നു. It says, surely you remember that I was sick when I first brought you the good news. എന്തുവാ പൗലോസ് അപ്പോസ്തലന്റെ ശരീരത്തിൽ സിക്നസ്സോ? What is happening? Apostle Paul is sick in his body. വേദപണ്ഡിതന്മാരുടെ ഇടയിൽ 3 പ്രധാന അഭിപ്രായങ്ങളാണ് ഉള്ളത് ഈ സിക്നസിനെ കുറിച്ച്. And among scholars there are 3 opinions about this sickness. ചിലർ പറയുന്നത് മലേറിയ ആണെന്നാ പറയുന്നത്. And some people say it was malaria. അതിന്റെ ട്രീറ്റ്മെന്റ് സംബന്ധമായിട്ടാണ് ഈ ഗലാത്യ പ്രവിശ്യയിലോട്ട് മാറിയെന്നാ പറയുന്നത്. And they say as for treatment he moved to Galatia. ചിലർ പറയുന്നത് എപ്പിലെപ്സി ആണ്, അതാണ് അവിടെ താഴോട്ടുള്ള വാക്യങ്ങളിലെ വിവരണങ്ങളിൽ കാണുന്നത്, അതായിരിക്കും ഒരുപക്ഷെ. Some people say it may be a case of epilepsy. ചിലർ പറയുന്നത് കണ്ണുമായിട്ട് ബന്ധപ്പെട്ട. Some people say it is related to eye problem. അപ്പൊ എന്തായാലും രോഗം ശരീരത്തിലുണ്ട്. Whatever it is, he was sick in his body. എന്തുവാണ് ഈ ഭാഗ്യപ്രശംസ? അപ്പോ Then why it is a matter of boasting or blessedness? പാസ്റ്റർക്ക് ശരീരത്തിൽ രോഗം, And pastor is sick in his body, മുഴുവനിടത്ത് പ്രശ്നം, and everywhere there is problem. പോകുന്നിടത്തുനിന്ന് ആൾക്കാരെ ഇറക്കി വിടുക, അപമാനിക്കുക. Wherever he goes, people are expelling them. അവസാനം പറയുന്നത് നിങ്ങൾ കഷ്ടങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കണം. And in the end it says, because due a lot of difficulties you will enter into the kingdom of God. ഇതൊന്നും ഭാഗ്യമായിട്ട് തോന്നുന്നേ ഇല്ല, എനിക്ക് തോന്നുന്നില്ല. I don't feel like any of these things are blessedness. നിങ്ങൾക്ക് ആർക്കെല്ലാം തോന്നുന്നുണ്ടോ ഇതുവെല്ലാം ഭാഗ്യമായിട്ട്? Do you feel these type of things, persecution and all these things are blessedness? തോന്നാറില്ല നമുക്ക്. Sometimes we don't feel like that. ഇതെല്ലാം എന്താ കർത്താവ് ഇങ്ങനെ സംഭവിച്ചു, ഇതിനെ പ്രശംസിക്കുന്ന കാര്യമല്ല. ആരെങ്കിലും പറഞ്ഞുകൊണ്ട് നടക്കുവോ, അയ്യോ പൗലോസ് രോഗിയാ, എല്ലാം ഭയങ്കര സന്തോഷം എനിക്കുണ്ടെന്ന് ആരെങ്കിലും പറയുമോ? ആരെങ്കിലും പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കും ആളിന് എന്തോ പ്രശ്നമുണ്ടെന്ന് ഓർക്കും. Will anybody say that our Apostle Paul is sick? It is a blessedness, it's a blessing that he's sick.
If somebody says like that, we may think that something is wrong with that person. വല്ല സാഡിസ്റ്റോ വല്ലോ ആണോ ഇത് എന്തുവാ വല്ല Yeah, he may be going through some depression or some other issues. ഡിപ്രഷനോ ആങ്സൈറ്റിയോ പാനിക് അറ്റാക്കോ എന്തെങ്കിലും ആണെന്ന് വിചാരിക്കും. Yeah, we may think that there is something wrong. പൗലോസ് പറയാ, ഞാൻ നിങ്ങളുടെ അടുക്ക വന്നപ്പോ ഈ ശരീര സംബന്ധമായി ഞാൻ ബലഹീനനാ. And Paul says, when I came to you, I was weak in my body. എൻ്റെ ശരീര സംബന്ധി നിങ്ങൾക്കൊരു ട്രയലായി വന്നു, ഒരു പരീക്ഷയായി വന്നു. And my sickness, my physical condition was a trial for you. ആ 14-ാം വാക്യത്തിൽ പറയുന്ന, പക്ഷെ നിങ്ങൾ വെറുപ്പൊന്നും കാണിച്ചില്ല, നിങ്ങൾ ദൈവദൂതനെ പോലെ എന്നെ സ്വീകരിച്ചു. It says that even though my condition was like that, you did not despise me or turn away from me, but you received me as an angel of God. എന്നിട്ടാണ് 15-ാം വാക്യത്തിൽ നിങ്ങളുടെ ഭാഗ്യ പ്രശംസ എവിടെ? And then he is asking, where then is your blessing? എന്തുവാ ഈ ഭാഗ്യ പ്രശംസ? What is this blessing? ഞങ്ങളുടെ അപ്പോസ്തലൻ ശരീര സംബന്ധമായി ക്ഷീണിതനാ, പക്ഷേ ഈ അപ്പോസ്തലനോടുള്ള ദൈവം ഞങ്ങളോട് സംസാരിച്ചത് ആ ഭാഗ്യ പ്രശംസയെ കുറിച്ചായി പറയുന്നത്. He is talking about the fact that even though our apostle was weak in his body, but through this weak man God spoke to us. That is the blessedness he is mentioning over ഞാൻ there. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? Do you understand what is being said? അപ്പോസ്തലന് വലുതായിട്ട് ഗ്ലാമറോ വലിയ കാര്യങ്ങളൊന്നും വെളിയിൽ കാണാനില്ല. And outside you don't see a lot of things. പക്ഷെ ഇവര് ഭയങ്കര ഭാഗ്യത്തെ കുറിച്ച് പ്രശംസിക്കുക. But they were thinking and boasting about their blessedness. ആ ഭാഗ്യം എന്ന് പറയുന്നത് ഭൗമികമായിട്ടുള്ളത് ഒന്നുമല്ല. And that joy, that blessedness was nothing materialistic. അത് ശാരീരികമായിട്ടുള്ളതല്ല. That is not physical. അത് ലൗകികമായിട്ടുള്ളതല്ല. That is not worldly. ഈ മനുഷ്യനിലൂടെ നിത്യജീവന്റെ സന്ദേശം ഞങ്ങൾക്ക് കേൾപ്പാൻ കഴിഞ്ഞു എന്നുള്ള ഭാഗ്യത്തെക്കുറിച്ച് അവർ പ്രശംസിച്ചുകൊണ്ടിരുന്നു. We were able to hear the words of eternal life through this man. That was the matter regarding which they counted themselves as blessed. ഈ ഭാഗ്യ പ്രശംസ അവരെ ഏതറ്റം വരെ കൊണ്ടുപോയെന്നറിയോ? Do you know till what extent this took them? 15-ാം വാക്യത്തിന്റെ 2-ാം ഭാഗം ഒന്ന് നോക്കിയേ. If you look at chapter 15 and verse 2, കഴിയുമെങ്കിൽ നിങ്ങളുടെ കണ്ണു ചൂഴ്ന്നെടുക്ക് എടുത്ത് എനിക്ക് തരുമായിരുന്നു. verse 15, chapter 4 verse 15, last part when you read, and you are willing to take out your own eyes and give to me if it was possible. അതുകൊണ്ട് ചെല്ല് പറയുന്നത് കണ്ണ് സംബന്ധമായിട്ട് എന്തോ പ്രശ്നമായിരുന്നു പൗലോസിനുള്ളതെന്ന് പറയുന്നത്. That is why some people say the problem which Paul had to do something with the eyes. He needed other people's eyes. അവരുടെ ഭാഗ്യ പ്രശംസ എന്തായിരുന്നെന്ന് അറിയാമോ? You know what was their future blessedness they were thinking about? ഞങ്ങളുടെ ഈ അപ്പോസ്തലൻ ശ്രേഷ്ഠനായ അപ്പോസ്തലനാ. Our great apostle Paul, ശ്രേഷ്ഠനായ അപ്പോസ്തലനാ. he was a great. ഈ ഇത്ര സിക്കായിട്ടിരിക്കുന്ന കണ്ട് ഞങ്ങളുടെ കണ്ണ് ഞങ്ങൾ വേണേ എടുത്തു കൊടുക്കാം, അത്ര സ്നേഹമാണ്. And they loved him so much that they were willing to take out their eyes and give to him. പൗലോസ് പറയുന്നത് ഈ ഭാഗ്യ പ്രശംസ ഇപ്പൊ എവിടാ? And apostle Paul is asking, where is that blessedness you thought about now? പ്രിയ ദൈവമക്കളെ, ഇന്ന് രാത്രി എനിക്ക് നിങ്ങളോട് ഏവരോടും ഈ ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ട്. Tonight, dear children of God, I have this question to ask each and every one of you. എന്താ നമ്മുടെ ഭാഗ്യ പ്രശംസ? What is our blessedness? നമ്മുടെ ഭാഗ്യ പ്രശംസ എന്ന് പറയുന്നത് കടം പോയതല്ല. It is not that our debts were all gone. നമ്മുടെ ഭാഗ്യ പ്രശംസ എന്ന് പറയുന്നത് അമേരിക്ക വന്നതല്ല. Our blessedness is not that we were able to come to United States of America. നമ്മുടെ ഭാഗ്യ പ്രശംസ എന്ന് പറഞ്ഞാൽ ആർക്കും ജോലി കിട്ടിയില്ല, എനിക്ക് കിട്ടി, അതല്ല ഭാഗ്യ പ്രശംസ. ജോലി കിട്ടുന്ന എല്ലാവരും ഉണ്ടല്ലോ, അനേകരുണ്ടല്ലോ ജോലി കിട്ടുന്നവർ. Our blessedness is not that many didn't get a job, but I got a job, because so many people have jobs. നിങ്ങൾ ഓർക്കുന്നുണ്ടോ ദൈവഭാഗത്തേക്ക് നിങ്ങൾ ആദ്യമായി വന്ന ദിവസങ്ങൾ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? Do you remember the first time you came to faith or to Christ? ഭയങ്കര ഭാഗ്യമായി നമുക്ക് തോന്നിയില്ലേ? That time we felt so blessed. അതിനെക്കുറിച്ച് നമ്മൾ പ്രശംസിച്ചില്ലേ? We were boasting about it. We were telling others about it. എന്തുവാണ് ഈ ഭാഗ്യമായി നമ്മൾ വിളിച്ചു പറഞ്ഞത്? And what did we say about this blessing? എനിക്ക് യേശുവിനെ കാണാനൊത്തു.
I was able to see Jesus. എനിക്ക് ദൈവവചനം കേൾക്കാൻ ഒത്തു. I was able to hear the word of എനിക്ക് God. നിത്യജീവനെ പ്രാപിപ്പാൻ ഒത്തു. I was able to get eternal life. എനിക്ക് ആത്മനിറവിൽ ആരാധിക്കാൻ ഒത്തു. I was able to worship the Lord in spirit and truth. ഇതല്ലേ യഥാർത്ഥ വിശ്വാസിയുടെ ഭാഗ്യപ്രശംസ? Isn't it the real blessedness of a child of God? എന്നാൽ ഈ ഭാഗ്യപ്രശംസ ഗലാത്യ സഭകളിൽ നിന്ന് നഷ്ടപ്പെട്ടു. But this blessedness now is lost among the people in this church in Galatia. പരിശുദ്ധാത്മാവിന് നമ്മളോട് ഇന്ന് രാത്രി പറയാനുള്ളത്, നമ്മുടെ പലരുടെയും അധരങ്ങളിൽ നിന്നും ഈ ഭാഗ്യപ്രശംസ നഷ്ടപ്പെട്ടു. And tonight the Spirit of the Lord is telling that many of us have lost this blessedness of what Christ has done for us. നമ്മുടെ പ്രശംസ ദൈവസന്നിധിയിൽ ഭാഗ്യമുള്ള കാര്യങ്ങളല്ല, ലൗകിക ഭാഗ്യത്തിന്റെ കാര്യമാണ് നമ്മൾ Our പ്രശംസിച്ചുകൊണ്ടിരിക്കുന്നത്. blessedness is not about what God has done or about God, Christ, but it is about what we have accomplished here in the world. നോയിക്കേ 3-ാമത്തെ അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം നോയിക്കേ. When you look at chapter 3 and verses 9. അങ്ങനെ വിശ്വാസികൾ വിശ്വാസിയായ അബ്രഹാമിനോടുകൂടെ അനുഗ്രഹിക്കപ്പെടുന്നു. So all who put their faith in Christ share the same blessing Abraham received because of his faith. Where is your blessing എന്ന ചോദ്യം. നിങ്ങളുടെ ആ അനുഗ്രഹീതമായ അവസ്ഥ ഇപ്പൊ എന്തി? And the question now tonight is, where is your blessing? അതാ 4:15 പറയുന്നത്. That's what we read in chapter 4:15. The question, എന്തിയെ ആ ഭാഗ്യം, ആ അനുഗ്രഹം എന്തിയെ? where is that blessing? എന്താ യഥാർത്ഥ അനുഗ്രഹം? What is real blessing? ഇതിവിടെ വന്നിരിക്കുന്ന നമ്മുടെ യഥാർത്ഥ അനുഗ്രഹം എന്താ ദൈവമക്കളെ? Let us evaluate and ask this question, what is my true blessing? പൗലോസ് പറയുക ഈ ഗലാത്യ ആൾക്കാരോട്, വിശ്വാസികൾ വിശ്വാസിയായ അബ്രഹാമിനോട് കൂടെ അനുഗ്രഹിക്കപ്പെടുന്നു. And then it says that the real children of Abraham then are those who put their faith in God and they are blessed through Abraham. എന്തുവാ ഈ വിശ്വാസികൾ വിശ്വാസിയായ അബ്രഹാമിനോട് കൂടെ അനുഗ്രഹിക്കപ്പെടുന്നത്? എന്താ അനുഗ്രഹമാ? So when it says all who put their faith in Christ Jesus, the same blessing Abraham received because of his faith is given to us, what does it really mean? എന്താ അബ്രഹാമിനോട് കൂടെ നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടെന്ന് പറഞ്ഞാൽ എന്ത് അനുഗ്രഹമാ? What does it mean that we are blessed with? Or Abraham. like Abraham we share the blessing. What does it നമ്മൾ mean? അതിനെ ഓർത്ത് പ്രശംസിക്കണം. എന്താ സംഭവിച്ചത്? അബ്രഹാമിന് എന്താ സംഭവിച്ചത്? We should be glad and rejoice over that. What happened to Abraham? 3-ാമത്തെ വാക്യത്തിൽ അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു എന്നുണ്ടല്ലോ. In verse 3:6 it says, in the same way Abraham believed God and God counted him as righteous because of his faith. എന്താ ഇവിടെ പറയുന്നത്? What does it say here? ഉൽപ്പത്തി പുസ്തകം 15 പറഞ്ഞത്, ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞു. 15-ാം അധ്യായത്തിൽ സ്റ്റാർസ് നോക്ക്, മേളിലോട്ട് നോക്ക്, നക്ഷത്രങ്ങളെ, ഇതുപോലെ സന്തതികളെ തരുമെന്ന് പറഞ്ഞു. ഒന്നും കാണാതെ അബ്രഹാം വിശ്വസിച്ചതുപോലെ യേശു പാപം ക്ഷമിക്കുമെന്ന് പറയുമ്പോൾ അത് ഞാൻ വിശ്വസിച്ചു. അബ്രഹാമിനെ പോലെ ഞാൻ വിശ്വസിച്ചു. അബ്രഹാം നീതീകരിക്കപ്പെട്ടതുപോലെ ദൈവം എൻ്റെ പാപത്തെ പോക്കി നീതീകരിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യമായി കണക്കാക്കേണ്ടത്. In Genesis 12 God said to Abraham, I will bless you. In 15 God said, count the stars, I will bless you. But Abraham did not see all those things, but still he believed and it has counted us righteous. In the same way, believing that Jesus Christ has forgiven us, through him we have forgiven us from all of our sins. And when we believe that, that is the blessedness we are talking about here. ഇന്നിവിടെ വന്നിരിക്കുന്ന നാം ഏവരും പുകഴേണ്ടത് ഒരു ഭാഗ്യമോർത്ത, ആ ഭാഗ്യം ഭൗമികമല്ല, ആ ഭാഗ്യം യേശു എന്നെ നീതീകരിച്ചു എന്നുള്ള ഭാഗ്യമാണ്. And tonight we are counting as blessed. What is that fact? That God has seen us as righteous through Christ Jesus. നരകത്തിൽ പോകാൻ വിധിക്കപ്പെട്ട നമ്മെ സ്വർഗത്തിൽ നിന്നും ഒരു തെരഞ്ഞെടുപ്പ് നിമിത്തം യേശുവിൻ്റെ പ്രായശ്ചിത്ത മരണത്തിലൂടെ വിമോചിച്ച് വീണ്ടെടുത്ത് നീതീകരിച്ച് നിരപ്പാക്കി വില കൊടുത്ത് പുത്രന്മാരാക്കി അവകാശം തന്ന വലിയ അത്ഭുതമാണ് നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം. We were destined to be destroyed or for judgment, but through Christ Jesus he has redeemed us. He has given us this great privilege. He has saved us, and that is a matter to be
thankful, and that is a matter to be praising, and that is a blessed experience. സാർ നമ്മൾ പറയത്തില്ലേ രക്ഷയുടെ സന്തോഷം. ഞാൻ ഈ വചനം ധ്യാനിച്ചപ്പോൾ ചിന്തിക്കുക, ആ രക്ഷയുടെ വലിപ്പവും കൂടെ നമ്മളൊന്ന്, രക്ഷയുടെ സന്തോഷത്തോടൊപ്പം എന്നെ നീതീകരിച്ച ആ ദൈവത്തിൻ്റെ വലിയ തെരഞ്ഞെടുപ്പിനെ, ആ ഭാഗ്യത്തെ ഓർത്തൊന്ന് പ്രശംസിക്കാനുള്ള കൃപ എനിക്ക് നൽകണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. We all talk about the joy of salvation. Also, what we need to think is how great is this salvation, what has actually happened, and we should be able to think about it, we should be able to meditate on it, and we should be able to thank God for the greatness of the salvation. പ്രിയ ദൈവമക്കളെ, നമ്മൾ ഈ ആദ്യകാലങ്ങളിൽ സുവിശേഷം പറഞ്ഞതും കേട്ടതും കൺവെൻഷൻ നടത്തിയതും പോയതും വന്നതും എല്ലാം നമ്മുടെ പ്രശംസ എന്തായിരുന്നെന്നറിയാമോ? You know, in the earlier times, whenever we heard the gospel and we had all the meetings and we used to go and come, what was the matter about which we thought and we counted as blessing? പ്രാർത്ഥിച്ച അപ്പച്ചന്മാരുടെ ചരിത്രം, അതാ ഭാഗ്യപ്രശംസയായി കണക്കാക്കിയത്. And we considered that our old forefathers, their prayer and their commitment, and we consider that as a blessing. ഒരു ചർച്ച് സ്ഥാപിക്കുന്ന പറയോ, ഭക്തനായ വ്യക്തി നടന്നു പോയപ്പോൾ ആ കപ്പത്തോട്ടം കണ്ടു, അവിടോട്ട് നിന്ന് മുട്ടുകുത്തി പ്രാർത്ഥിച്ചു, ഇന്ന് അവിടെ സഭയുണ്ടായി. ഇതാ ഭാഗ്യമായി കണക്കാക്കി. ദൈവം ചെയ്ത പ്രവർത്തികൾ, ആത്മീകമായി ചെയ്ത പ്രവർത്തികൾ. And in the past, what did we counted as blessing? Somebody went to a place, he said that, he went there and prayed. Now there is a church over there, there is a mission over there, there's a mission center over there. Spiritual things, what happened in the spiritual realm, we consider that as blessing. നമ്മൾ ആരേലും അന്യോന്യം അല്ലെങ്കിൽ കുഞ്ഞുങ്ങളോട് അല്ലെ പോകുന്നിടത്ത് പ്രശംസിക്കാറുണ്ടോ? എനിക്ക് വലിയ ഭാഗ്യം കിട്ടി, ഞാൻ നീതീകരിക്കപ്പെട്ടവനാ, അത് പ്രശംസിക്കാറുണ്ടോ നമ്മൾ? Do we talk to our children or to anybody saying that I am really blessed because I am being justified, I was a sinner, I am being justified by Lord? Do we really boast about such things? ഞാൻ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെടാൻ, യേശുവിനോട് ചേരുവാൻ, യേശുവിനെ ധരിപ്പാൻ ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരു അവസരം തന്നു. നീതീകരിക്കപ്പെട്ടവനായി അബ്രഹാം വിശ്വസിച്ച പോലെ എനിക്ക് വിശ്വസിക്കാനുള്ള കൃപ ദൈവം നൽകി. ഇതാണോ നമ്മൾ പ്രശംസിക്കുന്നത്? Do we really boast about the fact that through God has given us this great privilege to know Christ? Like Abraham, I have been made righteous, and all those spiritual privileges, are we boasting? Do we consider those as our blessings? പൗലോസ് പറഞ്ഞത്, ഞാൻ നിങ്ങളെ ഓർത്ത് വിഷമിക്കുന്നു. Apostle Paul says, I am sad thinking about you. ഞാൻ നിങ്ങളെ ഓർത്ത് ആശ്ചര്യപ്പെടുന്നു. I am amazed thinking about you. കാരണം നിങ്ങളുടെ ഭാഗ്യപ്രശംസ ഇപ്പ എവിടെ? Because where is your blessing now? ഒരു സമയത്ത് ഭാഗ്യമെന്ന് ചിന്തിച്ചത് ഇന്ന് അധരങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു. You lost what you considered as blessedness. At some point of time you have lost that in your life. ഭയങ്കരമാകട്ടോ. ഈ 4:15 ഉപയോഗിച്ചിരിക്കുന്ന മൂലപദം പുതിയ നിയമത്തിൽ രണ്ടിടത്തൂടെ മാത്രമേ കാണത്തുള്ളൂ. In the New Testament, the word used here in chapter 4 verses 15, we only see twice in the entire New Testament. ഏതാ? ഭാഗ്യം എന്നുള്ള പദം ഉണ്ടല്ലോ, ആ ഭാഗ്യം, പുകഴ്ച, അത് രണ്ടിടങ്ങളിലൂടെ മാത്രമേ ഉള്ളൂ അതേ പദം. Where then is your blessing? The same phrase is only used twice in the New Testament. അക്കാരിസ്മോസ് എന്നൊരു മൂലപദമാണ്. Charismos is the key or the root word used there. അത് എവിടാ വന്നിരിക്കുന്നതെന്ന് കാണുമ്പോൾ അതിൻ്റെ ആ മഹാത്മ്യം, പൗലോസൻ എഴുതിയ ലേഖനമാണ് റോമാലേഖനം 4:6 ഇത് കാണും. Another place where we see this verse is in Romans chapter 4 verse 6. It is again written by Apostle Paul. ദൈവം പ്രവൃത്തി കൂടാതെ നീതി കണക്കിടുന്ന മനുഷ്യന്റെ ഭാഗ്യം ദാവീദും വർണ്ണിക്കുന്നത്. And David also talks about the fact that without considering the works of man, God honors or God gives them the privilege. എന്താണ് ദൈവമക്കളെ ഭാഗ്യം? What is the blessedness there? മനുഷ്യന്റെ പ്രവൃത്തി നോക്കാതെ ദൈവം നീതീകരിക്കുന്ന ഭാഗ്യം, അതിനെക്കുറിച്ചാ പറയുന്നേ. Blessing of a person to whom God credits righteousness apart from works. That is what is mentioned there. നമ്മൾ ദൈവസന്നിധിയിൽ യോഗ്യരായി മാറിയത് സൺഡേ സ്കൂൾ പഠിച്ചുകൊണ്ടല്ല. We did not become eligible in the presence of the Lord because we went through Sunday school. നമ്മൾ യോഗ്യരായി മാറിയത് നമ്മുടെ മാതാപിതാക്കൾ ഭക്തരായത് കൊണ്ടല്ല. It is not because our parents were very holy or righteous that we became
people of God. നമ്മൾ പണം കൊടുത്തത് കൊണ്ടല്ല, Not because we gave money. നമുക്ക് കിട്ടിയ ഭാഗ്യമെന്ന് പറയുന്നത് ഏറ്റവും അകലെ നിന്ന് നമ്മൾ, പ്രത്യാശയില്ലാതെ നിന്ന നമ്മൾ, ഇസ്രായേൽ പൗരത്വത്തോട് അന്യരായ നമ്മളെ ഒറ്റ വാക്കുകൊണ്ട് നീതീകരിച്ച ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തിയാണ് ഭാഗ്യമെന്ന് പറയുന്നത്. The true blessedness is we were so far away, we were unworthy, we did not do anything, but God still showed his mercy upon us. That's the mercy, that's the blessing. ഇന്ന് ഈ ഭാഗ്യത്തെ ഉള്ളിലോട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അത് കൊണ്ടുവരട്ടെ എന്ന് ഞാൻ I പ്രാർത്ഥിക്കുന്നു. pray that today Holy Spirit will help us to comprehend and bring this blessed thought into our ആ രക്ഷയുടെ വലുപ്പം അറിഞ്ഞ് ഒന്ന് പ്രശംസിപ്പാനുള്ള കൃപ ദൈവം നൽകട്ടെ. May the Lord grant us the mercy so that we will be able to understand the greatness of this mercy. ആ രക്ഷയിൽ സന്തോഷിക്കാനുള്ള ഒരു കൃപ ദൈവം May നൽകട്ടെ. God give us the grace to be joyful in this salvation. റോമാലേഖനം 4:9 ഈ വാക്ക് പിന്നെ കാണുന്നത്. ഈ ഭാഗ്യവർണ്ണനം പരിച്ഛേദനയ്ക്കോ അഗ്രചർമ്മത്തിനോ കൂടെയോ അബ്രഹാമിന് വിശ്വാസം നീതിയായി കടക്കിട്ടു എന്നല്ലോ നാം പറയുന്നത്. ഈ ഭാഗ്യമെന്ന് പറയുന്നത് രണ്ട് വാക്യങ്ങളിലും നീതീകരണത്തെ കുറിച്ചുള്ളതാണ് ഈ ഭാഗ്യമെന്ന് പറയുന്നത്. And then in chapter 4, Romans 4:9, it says, is this blessing only for the circumcised then, or is it also for the uncircumcised? For we say faith was credited to Abraham for the righteousness. In both these places it is talking about righteousness. മറ്റുള്ള അനുഗ്രഹം എല്ലാം നമുക്കുള്ളതെല്ലാം മറ്റുള്ളവർക്കും ഉള്ളതാണ്. And all other blessing which we have is also for others. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഈ ന്യൂയോർക്ക് ടൈംസ് ഇന്ത്യൻ എക്സ്പ്രസ് 250 വർഷം ഈ രാജ്യം സെലിബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് പബ്ലിഷ് ചെയ്ത ഒരു ആർട്ടിക്കിൾ, ജൂലൈ 1 പബ്ലിഷ് ചെയ്ത ആർട്ടിക്കിളിൽ 10 ഇന്ത്യൻസിനെ കുറിച്ച് ഇന്ത്യൻ എക്സ്പ്രസ് എഴുതിയിട്ടുണ്ട്. 10 ഇൻഫ്ലുവൻഷ്യൽ ഇന്ത്യൻസ് ഹൂ ഷേപ്ഡ് the technology influence of this nation. US-ൽ ഉള്ള 10 ഇൻഫ്ലുവൻഷ്യൽ ആൾക്കാർ. On July 1st, Indian Express, the Indian newspaper, published an article talking about 10 Indian origin people who made a significant contribution and influence in USA. അതിനകത്ത് മൈക്രോസോഫ്റ്റിന്റെ സത്യ നദേലയെ കുറിച്ചാണ് പറയുന്നത്. And it talks about Satya Nadella, who is the CEO of Microsoft. അതിനകത്ത് പറയുന്നത് ഗൂഗിളിന്റെ സുന്ദർ പിച്ചായിയെ കുറിച്ചാണ് It പറയുന്നത്. talks about Google CEO Sundar Pichai. അതിനെക്കുറിച്ച് പറയുന്നത് ഇന്ദിര നൂയി എന്ന് പറയുന്ന പെപ്സികോമിന്റെ മുമ്പിലത്തെ ചെയർപേഴ്സനെ Talks കുറിച്ചാണ്. about Indra Nooyi, who was the ex CEO of PepsiCo. അജയ് ബംഗ എന്ന് പറയുന്ന വേൾഡ് ബാങ്കിന്റെ പ്രസിഡന്റിനെ കുറിച്ചാണ്. Talks about Ajay Banga, who was the president of World Bank. അപ്പൊ എന്തുവാ നമ്മുടെ ഭാഗ്യം? Also, what is our blessing? നമ്മൾ ഭാഗ്യം എന്ന് പറയുന്ന ഈ ലോകത്തിൽ കാണുന്നതാണെങ്കിൽ തേണ്ട അജയ് ബംഗയും സുന്ദർ പിച്ചായും ഈ സത്യ നദേലയും അവരുടെ ദൈവമല്ലേ കുറച്ചുകൂടെ ശക്തിയുള്ളത്? And if our blessedness is like the worldly blessing, then Satya Nadella and all the other people, the great people who are made a name for themselves in the other fields, are they not blessed than us? എൻ്റെ അപ്പച്ചൻ സൈക്കിൾ ഓടിച്ചുകൊണ്ട് നടന്ന എനിക്കിപ്പോ ടെസ്ലയെ പോകാൻ ദൈവം ഭാഗ്യം. Or my grandfather used to go on a bicycle, but now I have a Tesla. What a blessed is it? ഇതെല്ലാം എല്ലാവർക്കും ഉള്ളതാ. That is for everybody. ഇതല്ല ഭാഗ്യം. This is not the whole blessing. ഇവിടെ വന്നിരിക്കുന്നവരുടെ ഭാഗ്യം ഞാൻ നീതീകരിക്കപ്പെട്ടു എന്നുള്ളതാണ്. The blessedness of people who have come here is the fact that I am made righteous. ശിക്ഷകൾ പോയല്ലോ, നാം രക്ഷിതരായല്ലോ, വിമോചിതരായല്ലോ, ശിക്ഷായോഗ്യർ, ദൈവത്തിന്റെ അവകാശികളായല്ലോ. അതാ നമ്മുടെ ഭാഗ്യം. We were destined for condemnation and judgment, but all the judgment has passed away and we have been redeemed, and that is our blessedness. ഇതോർ നമ്മുടെ ദൈവസന്നിധി വരുമ്പോൾ സന്തോഷിക്കേണ്ടത്. When we think about these things, we should rejoice when we come to the presence of the Lord. പ്രൊമോഷൻ കിട്ടിയ ദിവസം ഹല്ലേലൂയ ഉറക്കെ കേൾക്കാം. When you got promotion at your workplace, that day you will shout hallelujah loudly. ജോലി പോയ ദിവസം ഇങ്ങനെ മൂകനായിട്ട് ഒരു When you lost the job, that day you will come to the church and you will be sitting quietly. പക്ഷേ ഈ 4:15 ഭാഗ്യപ്രശംസ മാറ്റാൻ ഉലകത്തിലെ ഒരു ശക്തിക്കും കഴിയത്തില്ല. കാരണം ദൈവം വീണ്ടെടുത്തു, രക്ഷിച്ചു, വീഴാതെ വണ്ണം അവന്റെ സന്നിധിയിൽ നമ്മളെ നിർത്തുമെന്ന് പറയുന്ന ദൈവത്തിന്റെ ശക്തിയെയാണ് നമ്മൾ മുറുകെ പിടിക്കുന്നത്. What we are seeing in chapter 4 verse 15 is the fact that we are blessed because Christ has
redeemed us, He has saved us, He has set us free, and we hold on to that and we rejoice over that. നിങ്ങൾക്കറിയാമല്ലോ എഫേസ്യ ലേഖനം 1:3 വാക്യം നിങ്ങൾക്ക് മനഃപ്പാഠമാണെന്ന് ഞാൻ കരുതട്ടെ. സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളാലും ക്രിസ്തുവേശുവിൽ നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്ന പിതാവിന് സ്തോത്രം. Hopefully you remember what it says in Ephesians chapter 1 verses 3. Blessed be the God, the Father of our Lord Jesus Christ, who has blessed us with every spiritual blessing in the heavens in Christ. വിശ്വാസിയുടെ അനുഗ്രഹം എവിടെയാ? Where is the blessing of a believer? സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളാണ്. Every spiritual blessing in the heavens in Christ. കെയർഫുൾ ആയിട്ട് എഴുതിയിരിക്കുന്നത്. It is written very carefully. പഴയ നിയമത്തിൽ കണ്ണി കാണുന്നതാണ് അനുഗ്രഹം. In the Old Testament, whatever we see, that was a blessing. കണ്ണി കാണുന്നതും കൈകൊണ്ട് തൊടുന്നതുമാണ് അനുഗ്രഹം. Whatever you see and whatever you touch, they were all blessing in olden times. ആവർത്തന പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, രോഗം വന്നു കഴിഞ്ഞാൽ അവർ പറയും some curse is on you. In Deuteronomy, it is written very clearly that if somebody gets sick, it is a curse. പൗലോസ് അപ്പോസ്തലൻ ഇപ്പൊ രോഗിയാ. Apostle Paul is sick now. പക്ഷേ സുവിശേഷം അകത്തുള്ളത് കൊണ്ട് അതൊരു ഭാഗ്യമാണ്. Because gospel is inside of them, that is a blessing. ഇന്ന് രോഗികളായിട്ട് ഇവിടെ ഇരിക്കുന്നവരോട് ഞാൻ പറയാം, രോഗത്തെ സൗഖ്യമാക്കാൻ യേശുവിന് കഴിയും. സൗഖ്യമായില്ല എങ്കിലും ഉള്ളിൽ സുവിശേഷത്തിന്റെ വിത്ത് കിടപ്പുണ്ടെങ്കിൽ, നീതീകരിക്കപ്പെട്ടവനാണെങ്കിൽ സ്തുതി, ഭാഗ്യം, അതിനെ ഓർത്ത് പ്രശംസിച്ചോണം. Let me tell you, all the people who may be carrying sickness in their body, sickness may be inside of you, but let me tell you, when you think about this righteousness which Christ has done, and when you think about that great privilege, you can be thankful and praise God for that. ഈ എഫേസ്യ ലേഖനം 1:3 പറഞ്ഞില്ലേ, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങൾ. എന്താ ഈ അനുഗ്രഹം എന്നുള്ളത് 4-ാം വാക്യം മുതൽ എഴുതിയിട്ടുണ്ട്. And in Ephesians 1:3 talks about the spiritual blessings. From verse 4 it talks about what is the spiritual blessing. ആദ്യം പറയുന്നത് പിതാവിനെ കുറിച്ചാണ്. നാം അവന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് പിതാവ് ലോക സ്ഥാപനത്തിന് മുമ്പ് ക്രിസ്തുയേശുവിൽ നമ്മളെ തെരഞ്ഞെടുത്തു. ഇതാ ഭാഗ്യം. First it talks about what Father has done. He chose us in Him before the foundation of the world to be holy and blameless in love before Him. That is a blessedness. ദൈവത്തിന്റെ ഒരു പ്ലാനിനെ കുറിച്ച് പൗലോസ് പറയുക. Apostle Paul is talking about a plan of God. നമ്മൾ വീട് പണിയാൻ വേണ്ടി ഒരു പ്ലാൻ വരയ്ക്കുന്നത് പോലെ പിതാവിന്റെ മനസ്സിൽ ഒരു പ്ലാൻ ഉണ്ട്. നാം ഇന്നിവിടെ ഇരിക്കുന്ന നമ്മളെല്ലാവരും ദൈവത്തിന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് ലോക സ്ഥാപനത്തിന് മുമ്പ് നമ്മളെ ക്രിസ്തുയേശുവിൽ തെരഞ്ഞെടുത്തു. In order for us to be blameless and holy before the creation of the world, for the foundation of the world, He chose us. പ്ലാൻ കൈപ്പിടിച്ചോണ്ടിരുന്ന വീട് വരുമോ? Will the house be built if we have a master plan in our hands? പ്ലാനിന് പേയ്മെന്റ് നടക്കണം. ഇനി The payment has to be made for the plan. എന്താ ഭാഗ്യം എന്നറിയാമോ? You know what is blessedness? 1-ാം അധ്യായം 7-ാം വാക്യത്തിൽ എഫേസ്യ ലേഖനത്തിൽ എഴുതിയിരിക്കുകയാണ്, യേശു കർത്താവിന്റെ രക്തത്താൽ അവൻ നമ്മളെ വീണ്ടെടുത്തു. ഈ പിതാവിന്റെ പ്ലാൻ ലോകത്തിൽ യേശുവിന്റെ രക്തത്താൽ പർച്ചേസ് നടന്നു. In chapter 1 verse 7 of Ephesians says, in Him we have redemption through His blood, the forgiveness of our trespasses according to the riches of His grace. പിതാവായി പുത്രനായി 1:13-14 വാക്യത്തിൽ പരിശുദ്ധാത്മാവിനാൽ നമ്മളെ അച്ചാരമെന്ന പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. In verse 13 we see now, after Father, Son, the Holy Spirit in Him, you also were sealed with the promised Holy Spirit when you heard the word of the truth, the gospel of your salvation, and when you believed. അപ്പോൾ ഗലാത്യ ലേഖനം 3:9 ഇപ്പോ മനസ്സിലായോ? Did you understand what now it says in Galatians 3:9? അങ്ങനെ വിശ്വാസികൾ വിശ്വാസിയായ അബ്രഹാമിനോടുകൂടി അനുഗ്രഹിക്കപ്പെടുന്നു. So believers are now blessed along with Abraham. ആ അനുഗ്രഹം എന്നുള്ളത് അബ്രഹാം നീതീകരിക്കപ്പെട്ടതുപോലെ ഞാനും നിങ്ങളും നീതീകരിക്കപ്പെടുവാനായി ദൈവം എന്നെ തെരഞ്ഞെടുത്ത് യേശുവിൻ്റെ രക്തത്താൽ എന്നെ വീണ്ടെടുത്ത് പരിശുദ്ധാത്മാവിനാൽ എന്നെ മുദ്രയിട്ട് ഒരു വലിയ ഡിക്ലറേഷൻ that I am on the right എന്നുള്ള ആ വലിയ ഭാഗ്യം. And that blessedness is that God has redeemed us, He has chosen us, and just like Abraham, we have received
righteousness through Christ Jesus. അപ്പൊ എന്താ ഇവരുടെ ഈ വലിയ ഭാഗ്യപ്രശംസ? What is their now this blessedness? അവർക്കുണ്ടായിരുന്ന ഭാഗ്യപ്രശംസ എന്താ? What is it that they had this great blessing in their life? അടി ഇടിയും കിട്ടിയപ്പോ, പാസ്റ്ററുടെ ശരീരത്തിൽ രോഗമുണ്ടായിരുന്നപ്പോ ഭാഗ്യപ്രശംസ എന്ന് പറയുന്നത് ഞങ്ങൾ നീതീകരിക്കപ്പെട്ടു എന്നുള്ള ഭാഗ്യപ്രശംസ. When they were persecuted, when the pastor had sickness in their body, still what is it that they consider as blessedness? We are considered righteous in the sight of God. 3:14 വാക്യത്തിൽ രണ്ടാമത്തെ കാര്യം, ഗലാത്യ ലേഖനം 3:14 വാക്യത്തിൽ എന്താ ഭാഗ്യപ്രശംസ? And in chapter 3 verse 14 of the book Galatians, it talks about what is our blessedness. അബ്രഹാമിന്റെ അനുഗ്രഹം. It is the blessing of അബ്രഹാമിന്റെ Abraham. ആരെങ്കിലും അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടോ അബ്രഹാമിന്റെ അനുഗ്രഹം എന്നുള്ള വാക്യം 3:14? Anybody has underlined that verse, promised, the blessing promised to Abraham? Anybody underlined? Can you see your hands? സാധ്യതയുണ്ട്. കാരണം ഒരുപാട് ദുരുപദേശങ്ങൾ എൻ്റെ വളക്കൂറുള്ള മണ്ണാണ് ഈ 3:14. It's 3 verse 14. There is a high possibility that many have underlined because a lot of false teachings can originate from that verse. അബ്രഹാമിന്റെ അനുഗ്രഹം എന്തുവാ? What is Abraham's blessing? ചിലർ പഠിപ്പിക്കുന്ന ഇതാ, കന്നുകാലി, ആട്, മാട്. അബ്രഹാമിന് വേലക്കാരുണ്ടായിരുന്നു, ഞാനും അതുപോലെ ആവും. അബ്രഹാമിനെ അനുഗ്രഹിച്ചതെയോ എന്നെ അനുഗ്രഹിക്കും. And many people think that Abraham's blessing is like Abraham had servants, he had a lot of animals, all those things. That's the blessing. സെർവൻറ്റും ആനിമലും നമ്മൾ പറയത്തില്ല, അത് ബാങ്കിൽ ഡോളറായിട്ട് മതി. And we don't talk about actually servants and animals. We talk about actual cash in the bank account. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അബ്രഹാമിനെ ധനം കൊടുത്തതുപോലെ അബ്രഹാമിന്റെ അനുഗ്രഹം എനിക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ എനിക്കും ധനം ഉണ്ടാകുക. And but really what we think is just like Abraham was blessed financially, we also are blessed financially or should be blessed ആ financially. വാക്യം ഒന്ന് ശ്രദ്ധിച്ചു നോക്കി, എന്തോ ഭാഗ്യം. What is the blessing? Please pay your attention to Galatians chapter 3 verses 19. അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ. Let's read this. Through Christ Jesus, God has blessed the Gentiles with the same blessing he promised to Abraham, so that we who are believers might receive the promised Holy Spirit through faith. എന്തോ പ്രിയ ദൈവമക്കളെ ഈ വലിയ അബ്രഹാമിന്റെ അനുഗ്രഹമായിട്ട് പറയുന്നേ? What is the blessing which is spoken here through Abraham? നീതീകരണം. ആ നീതീകരിക്കപ്പെട്ടവർ ഇന്ന് പരിശുദ്ധാത്മാവിനാൽ നിറയുന്നു എന്നുള്ള വലിയ വാഗ്ദത്തത്തിന്റെ നിവർത്തി. It is righteousness, and those who are blessed are filled with the Holy Spirit. That's the promise mentioned over there, the blessing. ഒരു സമയത്ത് നമ്മുടെ ഭാഗ്യപ്രശംസ അതായിരുന്നു. At some point of time, that was our boasting matter. ആത്മനിറവിന്റെ കഥകൾ. It was all stories about being filled with the Holy Spirit. ഓ, കർത്താവ് പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറച്ചു, അതിനെക്കുറിച്ച് ഇനിയും പ്രശംസിച്ചുകൊണ്ട് അങ്ങ് നടക്കുക. We were walking around and talking about how Christ has come in our life and he has filled us with the Holy Spirit. ആ ആത്മാവ് അന്യഭാഷകൾ തന്നതും പ്രവചനവരം തന്നതും വിവേചനവരം തന്നതും അത്ഭുതങ്ങൾ ചെയ്തതും ഇതൊക്കെ ഗലാത്യയിലെ പ്രശംസയായി മാറി. We were the people in Galatia was talking about the spiritual gifts, the prophecy, the speaking in tongues and all the spiritual blessings they have received in their life. പക്ഷേ 3:3 വാക്യം ഒന്ന് നോക്കി. When you look at chapter 3 verse 3, ഇപ്പോൾ ജഡം കൊണ്ടോ നിങ്ങൾ സമാപിക്കും. എന്നിട്ട് അടുത്തൊരു വാക്കുണ്ട് കേട്ടോ, ഇത്രയെല്ലാം വെറുതെ അനുഭവിച്ചു. okay, in verse 3 and 4, how foolish can you be after starting your new life in the spirit? Why are you now trying to become perfect by your own human effort? Now listen this. Have you experienced so much for nothing? ഇത്രയെല്ലാം വെറുതെ ആണോ? Was it all for no reason? For nothing? ഭാഗ്യപ്രശംസ എന്ന് പറഞ്ഞാൽ എന്തുവാണ്? What is this blessed you are really boastful about? ഓ, എനിക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടി, I got the Holy Spirit. അതെല്ലാം വെറുതെ ആയിരുന്നോ? Was it all for no reason? 20 വർഷം കഴിഞ്ഞപ്പോ 30 വർഷം കഴിഞ്ഞപ്പോ ഇപ്പൊ ആ പരിശുദ്ധാത്മാവ് ഉണ്ടോ എന്നുള്ള ചോദ്യം. Now after 20-30 years the question is, oh, did I really got the Holy Spirit? പരിശുദ്ധാത്മാവ് ഉണ്ടോ, അന്യഭാഷയുണ്ടോ, വിടുതലുണ്ടോ, എല്ലാം കൺഫ്യൂസ്ഡ്. എവരിബഡി ഈസ് കൺഫ്യൂസ്ഡ്. Now everybody is confused about all the spiritual blessings they once had in their life. ഗലാത്യ ലേഖനം എഴുതുമ്പോ 20 വർഷമൊന്നും ആയില്ല. പൗലോസ് അവിടെ ശുശ്രൂഷ കഴിഞ്ഞിട്ട് മാസങ്ങളായതേ ഉള്ളൂ. And after this when this Galatian epistle was written, it was not
long years. It was only after a short while that Apostle Paul is writing this. ഇന്ന് ദൈവത്തിന് ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്നവരോട് ഒരു കാര്യം പറയാനുണ്ട്. Tonight the Holy Spirit has something to tell each and every one of you. ഒരിക്കൽ ഉണ്ടായിരുന്ന കൃപാവരങ്ങളുടെ ജ്വലനം നഷ്ടപ്പെട്ടവരായി ഇന്ന് ഇവിടെ അത് ഇരിപ്പുണ്ടെങ്കിൽ ഭാഗ്യപ്രശംസ എന്നുള്ളത് ഇന്ന് കാണുന്നതിലോട്ട് പോകരുത്, മടങ്ങിപ്പോകണം. എനിക്ക് കിട്ടിയ ഭാഗ്യം, അതിൻ്റെ പ്രശംസ അതിലേക്ക് ദൈവം മടക്കിക്കൊണ്ടുവരാൻ If ആഗ്രഹിക്കും. you have lost your spiritual blessings in your life and spiritual gifts in your life, you need to come back and say, it is not what I have received in the world, but I want to come back to what real spiritual blessings are in my life. രാവിലെ ദൈവം എഴുന്നേൽപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഉത്തേജനം തന്ന ഭാഗ്യപ്രശംസയുണ്ടല്ലോ, ഭാഗ്യം. There was a time where we would say, yeah, this God woke me up early in the morning to pray, and we consider that as a blessing. അങ്ങനെയുള്ളവർ ഇതിനകത്ത് ഇരിപ്പില്ലേ? ദൈവം ദർശനങ്ങളെ തന്ന അനുഭവം. There are people whom God gave visions. പക്ഷെ ഇന്നത് നഷ്ടപ്പെട്ടുവെങ്കിൽ, Today, if you have lost those spiritual experiences, ദൈവത്തിന്റെ വചനത്തിന് ചോദിക്കുന്നത് ഭാഗ്യപ്രശംസ എന്തിയെ? today the Spirit of the Lord is asking, where is those spiritual blessings about which you were very happy and you consider as a blessing? ഭാഗ്യം എന്ന് പറയുന്നത് കണ്ണി നോക്കുമ്പോൾ കാണുന്നതല്ല, കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം വെളിപ്പെടുത്തി തരുന്ന ആത്മീക സത്യങ്ങൾ. ആ ഭാഗ്യത്തെ ഓർത്ത് പ്രശംസിക്കുക. Where are those spiritual blessings you had in your life when you prayed and you experienced those things which you have lost probably in your life? ആത്മനിറവിൽ ആരാധിക്കുന്ന ആദ്യ ദിവസം ഓർക്കുന്നുണ്ടോ? എന്റെ മുമ്പിൽ ഇരിക്കുന്ന എല്ലാവരും. Do you remember the first day when you were filled with the Holy Spirit and you joyfully praised and worshiped the ആ Lord? യോഗം നിക്കല്ലേ എന്ന് ആഗ്രഹിച്ച് കൈയിട്ടടിച്ച് പ്രാർത്ഥിച്ച, അന്യഭാഷകളിൽ ആരാധിച്ച ദിവസം ഓർക്കുന്നുണ്ടോ? Do you remember those days where you didn't want the meeting services to end? You wished it would have lasted for some more time because you were so much touched and you were blessed. അതായിരുന്നു ഭാഗ്യം. That was our blessing. ആ ഭാഗ്യപ്രശംസ ഇന്ന് എവിടെ? Where are those blessings today? ഭാഗ്യപ്രശംസ മാറിപ്പോയോ? Did it all go away? അപ്പോസ്തലനായ പൗലോസിനെ മറ്റാരും സ്വീകരിക്കാതിരുന്നപ്പോൾ ഇവർ സ്വീകരിച്ച എന്തെന്ന് ചോദിച്ചാൽ, ഈ മനുഷ്യനിൽ അഭിഷേകമുണ്ട്, ഈ മനുഷ്യനിൽ സുവിശേഷമുണ്ട്, അതിനെ അവർ സ്വീകരിച്ചു. ആ ഭാഗ്യപ്രശംസ ഇന്ന് എവിടെ എന്നാ ചോദിക്കുന്നത്. Why did the people in Galatia receive Paul? Because he had the anointing and he was a man of God. Now what happened to all those things about which they considered blessing at that point of time? ഒന്നാമത് നീതീകരണമാണ് ഭാഗ്യം. First blessing is that we are righteous. രണ്ടാമത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ നിറവാണ് ഭാഗ്യം. Second, infilling of the Holy Spirit, receiving the Holy Spirit is a blessing. പരിശുദ്ധാത്മാവ് ഒരുവനിൽ വരിക എന്ന് പറയുന്ന ഒരു സാധാരണ കാര്യമല്ല. Somebody receiving Holy Spirit is not a normal thing. പഴയ നിയമത്തിലെ ഭക്തന്മാർ തുറിച്ചു നോക്കിയ ദിവസമാണ് പരിശുദ്ധാത്മാവ് സകല ജഡത്തിന്റെ മേലും വരുന്ന. Old Testament saints were looking forward to that experience when Holy Spirit was going to come upon all flesh. ആ 3-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യം അനുഭവിച്ച് ഇത്രയും എല്ലാം വെറുതെ അനുഭവിച്ചോ? വെറുതെ എത്രയെന്ന് വരികിൽ നോക്കണമേ, നിങ്ങൾക്ക് ആത്മാവിനെ നൽകി നിങ്ങളുടെ ഇടയിൽ വീര്യപ്രവൃത്തികളെ ചെയ്യുന്നവൻ. അപ്പൊ എന്തോ ചെയ്തു, എന്തോ ആയിരുന്നു ഈ ഭാഗ്യം? So in Galatians 4 and 5, when we look at, have you experienced so much for nothing? Surely it was not in vain, was it? Now listen, what was his blessedness? In verse 5 it says, I ask you again, does God give you the Holy Spirit and work miracles among you because you obey the law? So what was it? The Holy Spirit, works of miracles which God was doing. പ്രിയ മക്കളെ, ഇന്നിവിടെ വന്നിരിക്കുന്നവർ ജീവിതത്തിൽ ഭാഗ്യമായി കരുതേണ്ടത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ നമ്മുടെ ജീവിതത്തിൽ നടന്ന വിടുതലുകളാണ്. People of God, we should consider that the miraculous work and works of the Holy Spirit which happened in our life as a blessed. കെട്ടപ്പെട്ട വീടുകളെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ദൈവം അഴിച്ചില്ലേ കെട്ടുകൾ. Houses which were under bondages of the devil, Jesus set you free and brought you out of that.
നാട്ടുകാർ ചോദിച്ചില്ല, ഈ വീട്ടിൽ നിങ്ങൾ എങ്ങനെ താമസിക്കുന്നത്? ആ വീടിനെ അനുഗ്രഹമാക്കി മാറ്റിയില്ലേ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. Some houses which the world considers cursed, when Christ came, they were blessed. Didn't God change the situations in your houses? ഗലാത്യ ആൾക്കാർക്കുണ്ടായ ഭാഗ്യം എന്താണെന്നറിയോ? What was the blessedness of the people in Galatia? ലുസ്ത്രായി വെച്ച് പൗലോസിനെ എറിഞ്ഞു, കല്ലെറിഞ്ഞു. In Lystra, Paul was stoned. പക്ഷേ അവർ ഒരുമിച്ച് ചുറ്റിനും നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ തേണ്ട ആൾ എഴുന്നേറ്റ് വരുന്നു. When they circled around Apostle Paul, then they prayed, Apostle Paul got up and came out. അത്ഭുത രോഗശാന്തി അനുഭവിച്ചവർ എൻ്റെ മുമ്പിൽ ഇന്ന് രാത്രി ഇരിപ്പില്ലേ? Are there people here who have experienced healings in their body through Jesus Christ? ഈ ഭാഗ്യത്തിന്റെ പ്രശംസ ഇല്ലാതാകരുത്. And you should not lose this blessedness in your life. ദൈവം ചെയ്ത വൻ കാര്യങ്ങൾ വിളിച്ചു പറയാനുള്ളതാണ് ആത്മാവിന്റെ നിറവ്. And this infilling of the Holy Spirit is to proclaim the great things God has done in your life. അപ്പോസ്തലപ്രവൃത്തി 2 പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നപ്പോൾ അവരെന്താണെന്നറിയാമോ വിളിച്ചു പറഞ്ഞത്? അവർ പഠിക്കാത്ത ഭാഷകളിൽ ദൈവത്തിന്റെ വൻ കാര്യങ്ങൾ അവർ വിളിച്ചു പറയാൻ In Acts തുടങ്ങി. chapter 2, when Holy Spirit came down, they were proclaiming greatness of God in different tongues and languages. മിനസോട്ട പെന്റിക്കോസ്റ്റൽ ചർച്ചിനെ കർത്താവ് വരുന്ന ദിവസങ്ങളിൽ അതിശക്തമായി ഉപയോഗിക്കാൻ പോവുകയാണ്. ദൈവത്തിന്റെ വൻ കാര്യങ്ങൾ ഈ ദേശത്തിൽ വിളിച്ചു പറയാൻ, ആ ഭാഗ്യത്തെക്കുറിച്ച് പ്രശംസിപ്പാനായി ഒരു പുതിയ അഭിഷേകം ദൈവത്തിന് നമ്മുടെ മേൽ പകരാറുണ്ട്. And this church in the coming days, God is going to do mighty work, and God is going to pour out a new anointing, new spirit experience, so that we will be able to proclaim His greatness and goodness in this നിങ്ങൾ land. വിശ്വസിക്കുന്നുണ്ടോ അത്? Do you believe that? നമ്മുടെ ഉള്ളിലെ ഭയങ്ങൾ മാറട്ടെ. Let all the fear inside of us be gone. അധരങ്ങളിലെ ചങ്ങലകൾ മാറട്ടെ. All the bondages in our mouth be broken. കരങ്ങളിലെ ബന്ധനങ്ങൾ മാറട്ടെ. All the bondages in our hands be broken. നമ്മുടെ ഭാഗ്യത്തെ ഓർത്ത് പ്രശംസിപ്പാനുള്ള കൃപ ദൈവം നൽകട്ടെ. Let us remember our blessedness, and may God help us to praise Him for that. നമ്മുടെ കുടുംബത്തിന്റെ അന്തരീക്ഷങ്ങൾ മാറട്ടെ. Let the atmosphere in our families change. നമ്മളിലെ അഭിഷേകം കുഞ്ഞുങ്ങളിലേക്ക് ചെല്ലട്ടെ. Let our children be anointed and filled with the Holy Spirit. ആ ഭാഗ്യാവസ്ഥ കുടുംബത്തിന്റെ അന്തരീക്ഷത്തിൽ വെളിപ്പെടട്ടെ. Let that blessed experience come into our families. ഇത് ദൈവത്തിന് നമ്മുടെ ഇടയിൽ എന്തോ ചെയ്യാനുള്ളത് കൊണ്ടാണ് ഈ വാക്യം എന്നെ ദൈവം ഓർപ്പിച്ചത്. Because God has something to do in our midst. That's why the Spirit of the Lord gave me inspiration to preach from ദൈവം this എന്നോട് word. പറഞ്ഞു, പോയി പറ നിങ്ങളുടെ ഭാഗ്യപ്രശംസ എവിടെ എന്ന് ചോദിക്കണമെന്ന് The പറഞ്ഞു. Holy Spirit asked me to go and talk to the people and ask us this question. Ask them, where then is your blessing? ആ ഭാഗ്യത്തിന്റെ പ്രശംസ മാറിപ്പോകരുത്. That blessing that should not change. പൗലോസിന് പറയാനുള്ള എന്താണെന്നറിയാം? അവസാനത്തെ കാര്യം, 1 നീതീകരണം, 2 പരിശുദ്ധാത്മാവ്, 3 നമുക്ക് കിട്ടിയ ഭാഗ്യം എന്താണെന്നറിയാമോ? What is the third blessing? 1, we got righteousness. Number 2, we got Holy Spirit. What is the third blessing? 3ന്റെ 1-ാമത്തെ വാക്യം ഇങ്ങനെയാ പറയുന്നത്. Chapter 3 verse 1 says like this. ആ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ വരച്ച് കാട്ടിയിരിക്കേ. Oh foolish Galatians, who has cast an evil spell on you, for the meaning of Jesus Christ's death was made as clear to you as if you had seen a picture of His death on the cross. എന്തുവാ പൗലോസ് പറയുന്നത്? എൻ്റെ പ്രസംഗം മുഴുവൻ എന്തോ ആയിരുന്നെന്നാ 3ന്റെ 1 പറയുന്നേ. What is he saying? What was my message all about? What is Paul saying here? ഈ ലുസ്ത്രായിലും പിസിദിയയിലെ അന്ത്യോക്യയിലും ഡെർബയിലും ഒക്കെ എന്തുവാ പ്രസംഗിച്ചത്? What did he preach in Lystra, Derbe, Pisidian, Antioch and all these places? ഞാൻ പോയപ്പോൾ മുടന്തൻ എഴുന്നേറ്റു, അതല്ല പറഞ്ഞത്. He just did not say that when I went there, lame started walking. യേശു ഒരിടത്തും അത്ഭുതങ്ങളെ കുറിച്ച് പ്രസംഗിച്ചിട്ടില്ല. Jesus did not recount and tell stories about the miracles he did. അത്ഭുതം ചെയ്തിട്ടുണ്ട്, പക്ഷെ അതിനെക്കുറിച്ച് പ്രസംഗിച്ചിട്ടില്ല. He did miracles, but he never preached about the miracles he did. പൗലോസ് എന്തിനെ കുറിച്ചാ പ്രസംഗിച്ചേ? What did Paul preach? 3ന്റെ 1 പറയുക, ഞാൻ നിങ്ങളുടെ കൺമുമ്പിൽ യേശു ക്രൂശിക്കപ്പെട്ടവനായി ആ ചിത്രം ഞാൻ വരച്ചു കാണിക്കുകയായിരുന്നു. In 3 verse 1 it says, Jesus Christ's death was made as clear to you as if you had seen a picture of His death on the cross. എന്നിട്ട് 6ന്റെ
14 വാക്യത്തിൽ എന്താ പറയുന്നതെന്നറിയാമോ? And in chapter 6 verse 14, what does it say? എനിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. He says that as for me, may I never boast about anything except the cross of our Lord Jesus Christ. എന്താ നമുക്ക് കിട്ടിയ ഭാഗ്യം? What is our blessedness? എന്നെ നീതീകരിച്ച ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ്. And the Lord who has made me righteous. എന്താ നമുക്ക് കിട്ടിയ ഭാഗ്യം? What is the blessedness we got? നമ്മളുടെ മേൽ പകർന്ന പരിശുദ്ധാത്മാവിന്റെ അളവ്. The Holy Spirit He has poured upon us. എന്താ നമ്മുടെ ഭാഗ്യം? What is our blessedness? ക്രൂശിൽ എന്നെ സ്നേഹിച്ച് അയ്യോ എന്റെ ദൈവമേ എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത് എന്ന് നിലവിളിക്കുന്ന യേശുവിന്റെ ചിത്രമാണ് എന്റെ ഭാഗ്യം. Oh, on the cross Jesus Christ said, my God, why have you forsaken me? That picture we have received about the crucified Christ. പൗലോസ് പറയുക, Apostle Paul says, ഞാൻ പിസിദ്ധിയിലെ അന്ത്യോക്യയിൽ സഭ സ്ഥാപിച്ചു, ഞാൻ ഗലാത്യ സഭ, ഇതൊന്നും അല്ല എന്റെ ബോസ്റ്റിംഗ്. എന്റെ ബോസ്റ്റിംഗ് എത്ര ഞാൻ മുമ്പോട്ട് പോയാലും the first experience, the encounter, ആ ക്രൂശാണ് എനിക്ക് പ്രശംസിക്കാനുള്ളത്. My boasting is not about what all I did, wherever I planted churches and all, but my boasting is about the cross. ഇന്നിവിടെ ഇരിക്കുമ്പോ അക്കംപ്ലിഷ്മെന്റ്സ് അല്ല പ്രശംസിക്കേണ്ടത്. We should not count our accomplishments as our blessings. അതെല്ലാം put it in the trash. And let's throw all those into a garbage. നീതീകരിച്ചത് ഓർത്ത് പ്രശംസിക്കുക. Let us thank God and remember our blessedness. He made us righteous. വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനെ നൽകിയതിനായി സ്തോത്രം. Let us thank God for giving us the Holy Spirit. ക്രൂശിനെ ഓർത്ത് സ്തോത്രം. Let us thank the Lord for the cross. ഈ മൂന്ന് കാര്യം അകത്തോട്ട് വന്നാൽ നമ്മുടെ കാഴ്ചപ്പാട് മാറും. If these three things comes into our inside us, our vision will change. അതാണ് ഗലാത്യ സഭയിൽ രോഗിയായി പൗലോസ് ഇരുന്നപ്പോൾ അവരെങ്ങനെ സ്വീകരിച്ചു? And when Paul was sick, how did they receive Paul? എങ്ങനെയാ? ദൈവദൂതനെ പോലെ സ്വീകരിച്ചു. They received him as an angel of God. ദൈവം എന്നോട് പറഞ്ഞു, ഇത് പറയണം, മനസ്സിലാക്കി കൊടുക്കണം. നമ്മൾ പലരെയും ദൈവദൂതനായിട്ടല്ല കാണുന്നേ. And many of us don't see some as angel of God. Holy Spirit asked me to talk about this specific. വീക്ക്നെസ് കാണുമ്പോൾ നമുക്കും തോന്നുന്നത് ഇത് പരാജയമാണ്. And when we see weakness, we think it is a defeat. വീക്കായ വ്യക്തിയെ കണ്ടിട്ട് എങ്ങനെ പറഞ്ഞു? ദൈവദൂതനെ പോലെ സ്വീകരിച്ചു. അവരുടെ കാഴ്ചപ്പാടിലുണ്ടായ വ്യത്യാസമാണ് അത് കാണിക്കുന്നത്. That shows the change in their viewpoint and vision, that they received a man with weakness as an angel of God. അല്ലാതെ ശക്തിമാനെ കണ്ടിട്ടല്ല ദൈവദൂതനായി സ്വീകരിക്കുന്നത്. ബലഹീന മനുഷ്യനെ കാണുമ്പോൾ പറയുക, അയ്യോ ഇത് ദൈവദൂതനെ പോലെ വിലപ്പെട്ടതാ, കാരണം ഇവന്റെ മേൽ അഭിഷേകമുണ്ട്, ഇവനിൽ സുവിശേഷമുണ്ട്, ഇവൻ ക്രൂശിന്റെ വാഹകനാണ്. അങ്ങനെ ഒരു കാഴ്ചപ്പാട് ദൈവത്തിന് നമുക്ക് തരാനുണ്ട്. It is not like they saw a Superman and received that Superman as a angel of God. Rather, a man who has weaknesses, infirmities, all the challenges in his body, still they received him as an angel. എല്ലാരും വലുതായി കാണുന്നത് വലുതായി പറയാനല്ല നമ്മുടെ മേലുള്ള വിളി. Our calling is not to say what others say as big and great as great. മനുഷ്യർ ഭോഷത്വമായി കാണുന്നത് വലുതായി കരുതാനുള്ള കൃപയാ, അഭിഷേകത്തിന്റെ ശക്തി. What people consider as foolish, God has given us this great call to call that as great. മനുഷ്യൻ അപമാനമായി കരുതുന്നത് അതിൽ പുകഴാനാണ് അഭിഷേകത്തിന്റെ ശക്തി. What men see as despised, God wants us to be boasting about those things. കാഴ്ചപ്പാടിൽ കാര്യമായ മാറ്റം ഉണ്ടാകണം. There needs to be a transformation in our vision. അന്യോന്യമുള്ള സംസാരത്തിൽ മാറ്റം ഉണ്ടാകണം. Our conversation must change. കുഞ്ഞുങ്ങളോടുള്ള സംസാരത്തിൽ മാറ്റം Our ഉണ്ടാകണം. conversation among kids must change. ഭാഗ്യം എന്താണെന്ന് നിർവചിച്ചു കൊടുക്കണം. We should really explain what is true blessedness. ആ ഭാഗ്യത്തിൽ പ്രശംസിക്കുന്നവരായി നമ്മൾ മാറണം. We must change to be people who boast in those blessedness. ആ ദൈവത്തിന്റെ അനുഭവങ്ങളിൽ ഭാഗ്യമായി കണ്ട് നിൽക്കുന്നവരെ ചേർപ്പാനാ യേശു മടങ്ങി വരുന്നത്. Jesus is going to come back to gather all those people who consider those as true blessedness. ലൗകികനായി ജീവിക്കുന്നവനെ അല്ല ചേർപ്പാനാ യേശു വരുന്നത്. Jesus is not going to come to take those who live as worldly people. വിശുദ്ധ ജീവിതത്തിനായി വിളിക്കപ്പെട്ട് ആത്മാവിന്റെ സാന്നിധ്യത്തിൽ വിശുദ്ധ ജീവിതം നയിച്ച് ക്രൂശിനെ ധ്യാനിച്ചു പോകുന്നവരെ ചേർപ്പാനാ ആത്മമണവാളനായ യേശു മടങ്ങി വരുന്നത്. Those who live a holy life and meditate upon what God has done, Christ has done for them,
And those who lead a life that Jesus is going to receive those people. എല്ലാവരും ഒരു നിമിഷം കണ്ണുകളെ അടച്ച് നമുക്ക് ഒരുമിച്ച് ഒന്ന് പ്രാർത്ഥിക്കാം. Let us all close our eyes and we are going to pray together. ഇന്ന് കേട്ട വചനത്തിന് മുമ്പിൽ നമ്മളെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്ത് Let us പ്രാർത്ഥിക്കാം. surrender ourselves in front of the word we have heard and let us pray. എല്ലാവരും ഒരു നിമിഷം പ്രാർത്ഥിക്കണം. Let everybody close their eyes and pray for some അധരങ്ങളെ time. തുറന്നൊന്ന് പ്രാർത്ഥിക്കാമോ? ഭാഗ്യപ്രശംസയിലേക്ക് ദൈവം എന്നെ മടക്കി Can കൊണ്ടുവരണമേ. we open our mouth and praise God that He will bring us back to the true blessedness? യഥാർത്ഥ അനുഗ്രഹം കാണാനായി എന്റെ കണ്ണിനെ തുറക്കണമേ. May the Lord open our eyes to see the true blessedness. എന്റെ കാഴ്ചപ്പാട് മാറിപ്പോകാതെ ദൈവം എന്റെ ഹൃദയത്തെ ഒന്നും കവരാൻ ഏൽപ്പിക്കാതെ സൂക്ഷിക്കാൻ സഹായിക്കണമേ. Without us losing our true vision, may the Lord sustain us. How many of you are going to pray ആ tonight? രക്ഷയിൽ ഒന്ന് സന്തോഷിപ്പാനുള്ള ഒരു കൃപ ദൈവം ഇന്ന് രാത്രി നമ്മളിൽ നൽകട്ടെ. May the Lord grant us the mercy to be joyful in that salvation. പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തത്തിൽ അതിൽ സന്തോഷിപ്പാനുള്ള ഒരു കാഴ്ചപ്പാട് ദൈവം നൽകട്ടെ. And may the Lord help us that we will rejoice over the gift of the Holy Spirit. ക്രൂശിൽ പുകഴുവാനുള്ള കൃപ ദൈവം നൽകട്ടെ. May the Lord grant us the mercy to be boastful about the cross.